ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الموت باب وكل الناس داخله يا ليت شعري يا بعد الباب ما الدار. الدار دار نعيم إن عملت بما يرضى الإله وإن خالفت فالنار. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഈ അനുഗ്രഹീത സംഗമത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ KO ആലി സാഹിബ് അവർകളെ, വേദിയിലെ ബഹുമാനപ്പെട്ട BSK തങ്ങളവർകളെ, ബഹുമാനപ്പെട്ട KS ഇബ്രാഹിം മുസ്ലിയാർ, പേര് പറയപ്പെടേണ്ട ഒരുപാട് പണ്ഡിത മഹത്തുക്കളുണ്ട്, മഹാന്മാരായ ഉലമാക്കളെ, ബഹുമാന്യരായ ഉമറാക്കളെ, ഈ അനുഗ്രഹീത സംഗമത്തിലെത്തിച്ചേർന്ന ഉന്നരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ കരുത്തിൽ മരണപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സ്വർഗം കണ്ട് സന്തോഷത്തോടെ മരണപ്പെടുന്ന സാലിഹീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവരോടൊപ്പം സുഖലോക സന്തോഷത്തിന്റെ ഭവനമായ സ്വർഗത്തിലെത്തിച്ചേരാൻ നമുക്ക് വിധി നൽകട്ടെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ മജ്ലിസിൽ നീ ബറക്കത്ത് ചൊരിയണമേ അല്ലാഹ്. ഇവിടെ എത്തിപ്പെട്ട എല്ലാവരെയും നീ ഇരുവീട്ടിലും വിജയിപ്പിക്കണമേ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് ഈ മജ്ലിസിനെ അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ബദരീങ്ങളുടെ നാമങ്ങൾ ചൊല്ലിപ്പറഞ്ഞ മജ്ലിസാണ് ഇത്. അഹ്ലു ബൈത്തിന്റെയും ഉലമാക്കളുടെയും മുതഅല്ലിമീങ്ങളുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മജ്ലിസാണ്. ഞങ്ങൾക്ക് ഹിജാബത്ത് നൽകണമേ റബ്ബേ. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും മാപ്പാക്കണമേ റബ്ബേ. ദോഷത്തിന്റെ കറപുരണ്ട കൽബുമായി ഖബറിലെത്തേണ്ട ഒരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തരുതേ അല്ലാഹ്. ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ അല്ലാഹ്. ഇലാഹായ റബ്ബേ, രോഗികളാണ് പലരും, ശിഫ നൽകണമേ അല്ലാഹ്. രോഗങ്ങൾ കഠിനപ്പെട്ടൊരു പരീക്ഷണമെന്ന പോലെ ഹോസ്പിറ്റലും മരുന്നും ടെസ്റ്റുകളുമൊക്കെയായി കഴിയേണ്ടൊരവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തരുതേ അല്ലാഹ്.
നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയുമല്ലോ. പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും കൈകാലുകളുടെ വേദനയും പരിപ്പും കടച്ചിലും കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, വയറ് സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ, കിഡ്നി സംബന്ധമായ, ബ്രെയിൻ സംബന്ധമായ, നാഡിനരമ്പുകൾ സംബന്ധമായ, അസ്ഥികൾ സംബന്ധമായ, മൂത്ര സംബന്ധമായ, അലർജി സംബന്ധമായ, മാനസികമായ, പുറത്ത് പറയാൻ മടിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളുണ്ടോ, ഷാഫിയായ, കാഫിയായ, മുആഫിയായ നാദാ ശിഫ നൽകണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അല്ലാഹുവേ രോഗബാധിതനായി ഹോസ്പിറ്റലിലാ, പരിപൂർണമായ ശിഫാ നൽകണമേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ദീർഘകാലം നിങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഫിയത്തോടെ നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകണമേ അല്ലാഹ്. അബ്ബേ, ഞങ്ങളൊക്കെ ഒരു ദിവസം മരിക്കുമല്ലോ. ഞങ്ങൾ മരിച്ചു എന്ന വാർത്ത നാട്ടിൽ പരക്കുമല്ലോ. മരണവാർത്ത കേട്ട് പലരും ഒരുമിച്ച് കൂടുമല്ലോ. മൂടിപ്പുറച്ച് കിടത്തിയ ഞങ്ങളെ മുഖത്ത് നിന്നാ മുണ്ടു നീക്കി മുഖം കണ്ടവരെ മാറി നിൽക്കുമല്ലോ. അല്ലാഹുവേ, അല്പനേരം കഴിഞ്ഞാൽ ഞങ്ങളെ മയ്യത്തതാഹ കുളിപ്പിക്കാൻ എടുത്തു വെക്കുകയാ. ആരൊക്കെയോ ചേർന്ന് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത 3 കെട്ടും കെട്ടി 6 കാലുള്ള കട്ടിൽ എടുത്തു വെച്ച് അല്ലാഹുവേ, അനവധി തവണ ഞങ്ങൾ കഥ പറഞ്ഞ് നടന്ന വഴിയിലൂടെ അന്ന് ഞങ്ങളെ കിടത്തിക്കൊണ്ടു പോകുമല്ലോ അല്ലാഹ്. പള്ളിയിലെത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിസ്കരിച്ച് പിന്നെ ഞങ്ങളെ കൊണ്ടുപോകുന്നത് കാട്ടിലേക്കാണ്, പള്ളിക്കാട്ടിലേക്ക്. ആരൊക്കെയോ ചേർന്നതാ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് ഈ വാക്കുച്ചരിച്ച് ഞങ്ങളെ മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തുകയാ, സമ്പുടയുടെ കെട്ടഴിക്കുകയാ, കവിള് മണ്ണിലേക്ക് ചേർത്ത് വെക്കുകയാ. ഇലാഹായ റബ്ബേ, മൂടുകൾ ഓരോന്നോരോന്ന് വെച്ച് ഖബറിന്റെ പണി പൂർത്തിയാക്കി പരിസരത്തുള്ളവരൊക്കെ ഞങ്ങളെ തനിച്ചാക്കി സലാം പറഞ്ഞ് പിരിയുകയാ. ഈ കൂട്ടത്തിലിനി ആരാ മധ്യമായ ഖബറിലേക്കെത്തുന്നതെന്ന് റബ്ബേ നിനക്കറിയുമല്ലോ. ഖബർ ഞങ്ങൾക്ക് സന്തോഷമാക്കണമേ അല്ലാഹ്. പാമ്പുകൾ കൊണ്ട്, തേളുകൾ കൊണ്ട്, തീനാളം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഖബറാക്കരുതേ അല്ലാഹ്. നരകത്തിലേക്ക് സാധുക്കളെ വലിച്ചെറിയല്ല അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട്, ഫദ്ല് കൊണ്ട്, ജൂദ് കൊണ്ട് റബ്ബേ, നരകത്തിന്റെ നേരെ മുകളിലല്ലേ സിറാത്ത് പാലം. അല്ലാഹുവേ, ആ പാലത്തിലൊരു കാലിടർച്ച വരുത്തല്ല അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട്, ഫള് കൊണ്ട്, ജൂദ് കൊണ്ട് ഞങ്ങളെ സ്വർഗ്ഗക്കാരിൽ പെടുത്തി തരണേ അല്ലാഹ്. അതിനൊക്കെയുള്ള കാരണമായി ഈ ആമീനുകൾ കബൂലാക്കണേ അല്ലാഹ്. ഈ പരിപാടിയുടെ വിജയത്തിനായി അധ്വാനിച്ചവർ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, ഇതിലേക്ക് സഹായത്തിന്റെ കൈകൾ നീട്ടുന്നവർ, അല്ലാഹുവേ, വിവിധ ഉദ്ദേശങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, എല്ലാവർക്കും ഇഹപര വിജയം നൽകണമേ അല്ലാഹ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഒരു പുരുഷായുസ് മുഴുവനും
സർവശക്തനായ അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിച്ച് മാതൃകായോഗ്യമായ നിലയിൽ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയ മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസിനോടനുബന്ധിച്ചാണ് അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരുമിച്ച് ചേരാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടും വളരെ അനുഗ്രഹീതമായ ഒരു മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിലുള്ള ഒരു മജ്‌ലിസാണ്. അതോടൊപ്പം അഹ്ലുബൈത്തിന്റെ നേതൃത്വത്തിൽ മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ നാമങ്ങൾ ചൊല്ലിപ്പറഞ്ഞ മജ്‌ലിസ്. ഈ മജ്‌ലിസിലുള്ള ഓരോ ആമീനും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള മജ്‌ലിസിന്റെ ആമീന്റെ ബലം കൊണ്ടായിരിക്കും അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ മാപ്പാക്കി തരുന്നതും നമുക്ക് സ്വർഗപ്രവേശനം നൽകുന്നതും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരമാവധി ഇത്തരത്തിലുള്ള മജ്‌ലിസുകൾ കൊണ്ട് ധന്യരാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്തേ കാര്യം? ഇത്തരത്തിലുള്ള മജ്‌ലിസിലുള്ള ആമീൻ നാളെ സ്വർഗത്തിൽ അത് വലിയ ചർച്ചയാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പരമാവധി ദുആഇന് തന്നെയാണ് നമ്മളിവിടെ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. മഹാനായ തങ്ങളവർകൾ ഇവിടെ ദുആ ചെയ്തു. അതിനുശേഷം നമ്മുടെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിലും നമ്മൾ ദുആ ചെയ്തു. ഇനിയും നമ്മൾ ദുആ ചെയ്യുക തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള മജ്‌ലിസിലുള്ള ആമീൻ അത് സ്വർഗത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു ഹദീസ് നിങ്ങളെ കേൾപ്പിക്കാം. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വഅളും. ഇത്തരത്തിലുള്ള മജ്‌ലിസിന്റെ ഒരു പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഈ കാര്യം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അഹ്ലൽ ജന്ന ഇദാ ദഖലുൽ ജന്ന, സ്വർഗ്ഗക്കാരൊക്കെ സ്വർഗ്ഗത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ, അല്ലാഹുവേ ഇത് പറയാനും കേൾക്കാനും മാത്രമല്ല ഇതനുഭവിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ അല്ലാ, ഭാഗ്യം നൽകണമേ അല്ലാ. ഹബീബായ നബി തങ്ങൾ പറയുകയാ, ഇന്ന അഹ്ലൽ ജന്ന ഇദാ ദഖലുൽ ജന്ന, മുഅ്മിനേ സ്വർഗ്ഗക്കാരൊക്കെ സ്വർഗ്ഗത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ സ്വർഗ്ഗത്തിന്റെ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചൊരൽപ്പനേരം കഴിയുമ്പോൾ ഫയഷ്താഖു ബഅ്ലുഹും ബഅ്ലാ, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ആ സ്വർഗത്തിൽ നിന്ന് ചിലരെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ടാകുമല്ലോ, വല്ലാത്ത കൊതി തോന്നുമല്ലോ. അതായത് സ്വർഗത്തിലൊക്കെ കയറി അവിടെയുള്ള സുഖസൗകര്യങ്ങളൊക്കെ കുറെ അനുഭവിച്ച് പിന്നെങ്ങനെ കിടക്കാൻ, ആ സമയത്തിങ്ങനെ ഒരാഗ്രഹം തോന്നും, പഠിച്ചോനെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നല്ലോ റബ്ബേ, എവിടെയാണാവോ, ആ ഉറൂസുമായി ബന്ധപ്പെട്ട പരിപാടിയിലൊക്കെ എന്റെ കൂടെ സജീവമായിട്ടുണ്ടായിരുന്നല്ലോ, പള്ളിയിൽ ജമാഅത്തിന് ആ സഹോദരൻ എന്റെ കൂടെ ഉണ്ടാകാറുണ്ടായിരുന്നല്ലോ, നാട്ടിലുള്ള എല്ലാ നന്മക്കും ആ സഹോദരൻ എന്റെ കൂടെ പ്രവർത്തിച്ചിരുന്നല്ലോ, അവനെവിടെയാണല്ലാ, കാണാ വല്ലാത്ത കൊതി തോന്നുകയാ. മുഅ്മിനേ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വരുമ്പോഴത്തേക്ക് ഫയസീറു സരീറു ഹാദാ ഇലാ സരീരി ഹാദാ, ഒരു കൊതി തോന്നിയിട്ടേ ഉള്ളൂ, കാണണമെന്ന് മനസ്സിലൊരാഗ്രഹം വന്നിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇവൻ കിടക്കുന്ന ഇവന്റെ കട്ടിൽ ഇവനെയുമായി അവന്റെ അടുത്തേക്ക് പറന്നു ചെല്ലുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആയിരിക്കുമല്ലോ സ്വർഗത്തിൽ പലരും ആ കട്ടിലുകൾക്ക് മുകളിൽ കടന്നു ഉല്ലസിക്കല്ലേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അവരെ അലാ സുറുരിൻ മൗളൂന മുത്തഖീന അലൈഹാ മുതഖാബിലീൻ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ. സൂറത്തുൽ വാഖിയയിലൂടെ ഇലാഹായ റബ്ബ് പറയുന്നുണ്ടല്ലോ, സ്വർഗത്തിലെ ഉന്നതരായ ആളുകളെ കുറിച്ച് പറയുകയാണ്. ആ സ്വർഗത്തിൽ അവരുടെ അവസ്ഥ കേൾക്കണ്ടേ. അവരെ അലാ സുറുരിൻ മൗളൂന, സ്വർണ്ണനൂൽ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ മനോഹരമായ കട്ടിലുകൾക്ക് മുകളിലാണ്. സരീർ അതിന്റെ ബഹുവചനമാണ് സുറുർ. അവര് അലാ സുറുരിൻ മൗളൂന, സ്വർണ്ണനൂൽ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ മനോഹരമായ കട്ടിലുകൾക്ക് മുകളിലാണ്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. എന്താണ് ആ കട്ടിലിൽ? ആ കട്ടിലിൽ അവര് മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, ആ കട്ടിലിൽ അങ്ങനെ ചാരിക്കിടക്കുകയാണ്, പരസ്പരം അഭിമുഖമായി സംസാരിക്കുകയാണ്. അവർക്കവിടെ യാതൊരു വിഷമവുമില്ല, യാതൊരു ടെൻഷനുമില്ലല്ലോ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അവരെ നിരന്തരമായി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിൽദാനും മുഖല്ലദൂൻ, ആ സ്വർഗത്തിൽ തന്നെ സ്ഥിരവാസക്കാരായ കുറെ കൗമാരപ്രായക്കാര്, എന്തൊരു ചുറുചുറുക്കുള്ള മക്കളാണ് റബ്ബേ. അവരങ്ങനെ ഇവര് കിടക്കുന്ന കട്ടിലിന്റെ ചുറ്റും അങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ. തവാഫ് യതൂഫു അലൈഹിം, അവരങ്ങനെ തവാഫ് ചെയ്തുകൊണ്ട് നടക്കാൻ. നടക്കുന്നത് വെറും കൈയോടെയല്ല, വിവിധ തരത്തിലുള്ള കള്ളിന്റെ പാനപാത്രങ്ങളുമായി, കള്ളിന്റെ കൂച്ചകളുമായി, കോപ്പകളുമായി, ഏത് തരത്തിലുള്ള കള്ളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ച് ചുറുചുറുക്കുള്ള മക്കളങ്ങനെ കറങ്ങി നടക്കുകയാണ്. അല്ലാഹു അനുഭവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. സൂറത്തുൽ വാഖിയയിലുള്ള ആയത്താണ്. ആ സൂറത്തും എല്ലാ രാത്രിയിലും പതിവാക്കുന്നത് വളരെ നല്ലതാ. മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈല ലം യുസിബഹു ഫഖത്തുൻ നബദാ. എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്തുൽ വാഖിയ പതിവാക്കി കഴിഞ്ഞാൽ ദുനിയാവിലുള്ള ഒരു തരത്തിലുള്ള ദാരിദ്ര്യവും അയാൾക്ക് പിടിപെടുകയില്ലെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ശ്രദ്ധിക്കണം, ആ കാര്യത്തിലൊക്കെ ആരെങ്കിലും അശ്രദ്ധരാണെങ്കിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസിൽ വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്താണ്. 5 മിനിറ്റ് മതി സൂറത്തുൽ വാഖിയ ഓതി തീർക്കാൻ. 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് ആ സൂറത്തുൽ വാഖിയ ഓതി തീർക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈല, എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്തുൽ വാഖിയ ഓതാൻ. എന്നാൽ മുഅ്മിനെ ലം യുസിബഹു ഫഖത്തുൻ നബദാ, ഒരു തരത്തിലുള്ള ദാരിദ്ര്യവും അയാൾക്ക് പിടിപെടുന്നതല്ല. ദാരിദ്ര്യമെന്നത് കേവലം സാമ്പത്തികം മാത്രമല്ലല്ലോ മുഅ്മിനെ. ദാരിദ്ര്യമെന്നത് കേവലം സാമ്പത്തികം മാത്രമല്ല. നമ്മൾ ആരോഗ്യം നിലനിന്ന് കിട്ടണം. ആരോഗ്യത്തിന്റെ വിഷയത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളില്ലേ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സമാധാനമല്ല, സന്തോഷമല്ല, ആ വിഷയത്തിലൊക്കെ ദാരിദ്ര്യ. പരിഗണന കിട്ടേണ്ടവരിൽ നിന്ന് പരിഗണന കിട്ടാതിരിക്കുന്നത് ആ വിഷയത്തിലുള്ള ദാരിദ്ര്യ. മാതാപിതാക്കളെ മക്കൾ ഉൾപ്പെടാതിരിക്കുക, അത് ആ വിഷയത്തിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം തന്നെയാ. എല്ലാ ദാരിദ്ര്യത്തിൽ നിന്നും മോചനം ലഭിക്കും. എല്ലാ ദിവസവും നിയ്യത്ത് ചെയ്ത് സൂറത്തുൽ വാഖിയ ഓതിയാൽ രാത്രിയിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതായാലും സൂറത്തുൽ വാഖിയയിലൂടെ റബ്ബ് പറയാണ്, സ്വർഗ്ഗക്കാരുടെ അവസ്ഥകൾ വിശദീകരിക്കുന്നിടത്ത് അവർ ആ കട്ടിലുകൾക്ക് മുകളിൽ വലിയ സന്തോഷത്തിലാണ്, വലിയ ആനന്ദത്തിലാണ്. അങ്ങനെ കടക്കുമ്പോഴാണ് ഒരു ചിന്ത വരുന്നത്, റബ്ബേ, എന്റെ എന്നാലിനൊരു ചങ്ങായി ഉണ്ടായിരുന്നല്ലോ, ഒരു സുഹൃത്തുണ്ടായിരുന്നല്ലോ, ഒരു സ്നേഹിതനുണ്ടായിരുന്നല്ലോ, എവിടെ റബ്ബേ ഒന്ന് കാണണല്ലോ.
മുഅ്മിനേ ആഗ്രഹം മതി, അവനാ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കേണ്ടതില്ല, അവൻ കാറിലേക്ക് കയറേണ്ടതില്ല. പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പറമേ പറയണ്ട. ഏത് തരത്തിലുള്ള മോഡേൺ കാറുകളാണെങ്കിലും അതിലേക്ക് കയറിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് കാണണമെന്ന് കൊതിയെന്ന് തോന്നുമ്പോഴത്തേക്ക് ഈ കട്ടിൽ ഇവനെയുമായി പറക്കുകയാണ്. ആരെയാണോ കാണാനാഗ്രഹം തോന്നിയത് നിമിഷനേരം കൊണ്ടവന്റെ അടുത്തെത്തുകയാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, അവര് രണ്ടുപേരും കണ്ടുമുട്ടുകയാണ്, അവര് സലാം പറയുകയാണ്, അവരാശ്ലേഷിക്കുകയാണ്, അവർ ഈ സ്വർഗത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ചർച്ച നടത്തുകയാണ്. ശ്രദ്ധിക്കണേ, രണ്ടുപേരും സ്പോട്ടിൽ കണ്ടുമുട്ടുമ്പോൾ വതഹിയ്യത്തുഹും ഫീഹാ സലാം, കണ്ടുമുട്ടുമ്പോൾ അവർ കൈപിടിച്ച് സലാം പറയും, എന്നിട്ടോ ആലിംഗനം ചെയ്യും, എന്നിട്ട് അവർ തമ്മിൽ സ്വർഗത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ചർച്ച നടത്തും. ദുനിയാവിലെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു. അൽഹംദുലില്ലാഹ്, രണ്ടുപേരും സ്വർഗത്തിലെത്തിയിരിക്കുക, വലിയ സന്തോഷത്തിലാ. മഹാ അത്ഭുതമല്ലേ സ്വർഗം, മിനെ അത്ഭുതമല്ലേ, പറയാൻ മാത്രമുള്ള ലോകമല്ലേ. എന്താണ് സ്വർഗമെന്നും എന്താണ് അതിന്റെ സൗകര്യമെന്നും അതൊരാൾക്കും പറയാൻ കഴിയില്ല, അത് ഒരാൾക്കും ഊഹിക്കാൻ പോലും കഴിയില്ലെന്നാണ് ആ സ്വർഗത്തിന്റെ സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗീയ സൗകര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇത്രയൊക്കെയാണ്, അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതെന്തേ മുസ്ലിയാരെ സങ്കല്പിച്ചൂടെ? ഭയങ്കര സൗകര്യമായിട്ട് അത് നമുക്ക് നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചൂടെ? മുഅ്മിനേ, സ്വർഗം പടച്ച അള്ളാഹുവാണ് നമ്മുടെ സാങ്കല്പിക ശക്തിയെയും പടച്ചിട്ടുള്ളത്. ആ അള്ളാഹു പറയുന്നുണ്ട്, സ്വർഗം സങ്കല്പിക്കാൻ മാത്രമുള്ള ഒരു സാങ്കല്പിക ശക്തി നിങ്ങൾക്ക് നാം തന്നിട്ടില്ല. അള്ളാഹു പടച്ചു തന്നാലല്ലേ നമുക്ക് സങ്കല്പിക്കാൻ കഴിയൂ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഖാലല്ലാഹു അസ്സ വജല്ല, ഇലാഹായ റബ്ബ് പറഞ്ഞതാ, സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞതാ, അഅദദതു ലിഇബാദിയ സ്വാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബനി ആദം. എന്താണ് മുഅ്മിനേ സ്വർഗം? അല്ലാഹു പറയുകയാ, സ്വർഗത്തെക്കുറിച്ച് പറയുകയാ, അഅദദതു ലിഇബാദിയ സ്വാലിഹീന, സ്വാലിഹീങ്ങളായ എന്റെ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് മാ ലാ ഐനുൻ റഅത്, അതൊരു കണ്ണും കാണാത്ത അത്രയാ, വലാ ഉദുനുൻ സമീഅത്, ഒരു കാതും കേൾക്കാത്ത അത്രയാ, വലാ ഖതറ അലാ ഖൽബി ബനി ആദമ, ഒരു മനുഷ്യന്റെ മനസ്സിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയാ. വലാ ഖതറ അലാ ഖൽബി ബനി ആദം, ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒന്ന് സങ്കല്പിച്ചു നോക്കാൻ പോലും കഴിയൂല. അത്രയും വലിയ സുഖസൗകര്യങ്ങളാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹു അത് കാണാനും അനുഭവിക്കാനും തൗഫീക്ക് നൽകട്ടെ. ഈ ആമീന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു വിധി നൽകട്ടെ. പടച്ചോനെ, നരകം കാണാതെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ റബ്ബേ. മിനെ അത് സങ്കല്പത്തിനും അതീതമാണ്. ആ സ്വർഗത്തിലെ ഒരു പെണ്ണിന്റെ പല്ല് കണ്ടിട്ടാണ് അന്തം വിട്ടുപോയത് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കാണ് മുഖറബായ മലക്ക് ജിബ്രീൽ.
അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്ക് തന്നെ ആ ഹൂറുല്യങ്ങളിൽപ്പെട്ട ഒരുത്തി പല്ല് കാണിച്ച് ചിരിച്ചപ്പോ ആ പല്ലിന്റെ ലംഘന കണ്ടിട്ട് അന്തം വിട്ടു എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും അത്? എങ്ങനെ നമുക്കത് സങ്കല്പിക്കാൻ കഴിയാം? ഹുറുല്ലിസാനടുത്തപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ടു പാടാൻ തൊഴികൾ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്, കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചിരിച്ചുണ്ട്, രസിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്, സുഖിപ്പിക്കുവാൻ ഇരുമാറുകൾ നിലയുണ്ട്, ചാഞ്ഞും ചെരിഞ്ഞും ചുറ്റിലും നടപ്പുണ്ട്, മിസ്കിന്റെ കുന്നിൽ കൂട്ടമായി കളിയുണ്ട്, മരന്റെ പേരിരോ മാറിടക്കെഴുത്തുണ്ട്, മന്നാന്റെ പേരും ഒന്നതിൻ്റെ അടുത്തുണ്ട്, അവർക്കുള്ള മുമ്പല്ലിന്റെ ലങ്കലു കണ്ട് ജിബ്രീല് പോലും നമ്പരന്നിട്ടുണ്ട്. ഉറുല്ലിസാനടുത്തപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ടു പാടാൻ തൊഴികൾ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്, കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചിരിച്ചുണ്ട്, രസിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്, സുഖിപ്പിക്കുവാൻ ഇരുമാറുകൾ നിലയുണ്ട്, ചാഞ്ഞും ചെരിഞ്ഞും ചുറ്റിലും നടപ്പുണ്ട്, മിസ്കിന്റെ കുന്നിൽ കൂട്ടമായി കളിയുണ്ട്, മരന്റെ പേരിരു മാറിടക്കെഴുത്തുണ്ട്, മന്നാന്റെ പേരും ഒന്നതിൻ്റെ അടുത്തുണ്ട്, അവർക്കുള്ള മുമ്പല്ലിന്റെ ലങ്കലു കണ്ട് ജിബ്രീല് പോലും നമ്പരന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അള്ളാഹു ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ. അള്ളാഹുദിന്റെ ഒക്കെ കൂലി അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. സംഗതി ഇങ്ങനെ ബൈത്താണെങ്കിലും മുമ്മിനെ അതൊക്കെ ഹദീസിൽ വന്നതാണ്. ഇതൊക്കെ ഹദീസിന്റെ വചനങ്ങളാണ്. ഹൂറുല്ലിങ്ങളെ കുറിച്ച് പറയുകയാ. വലൗ അന്ന ഹൂറൻ ഫിത്തയാജീത തസ്സമാസ് തജല്ലാതു ജല്ലൽ മായി ഫില്ലർലി നൂറുഹാ വലൗ മുഖിജൽ മാഉൽ ഉജാജു ബിരീതിഹാ ലസ്ബഹ വബൻസൽ സബീലൻ ബഹൂർ. എന്താ മുഅ്മിനെ നമ്മൾ ചിന്തിക്കണം. ആ സ്വർഗത്തിൽ അല്ലാഹു ദുനിയാവിൽ നിന്ന് അല്ലാഹു വഴിപ്പെട്ടവർക്ക് വേണ്ടി സകല ഹറാമാത്തുകളിൽ നിന്നും മാറി നിന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള പെണ്ണുങ്ങളെ കുറിച്ച് പറയുകയാ. വലൗ അന്ന ഹൂറൻ ഫിദ്ദയാജീത ഈ ഭൂമിയിൽ കൂരിട്ടുള്ള സമയത്ത് ഒരു സ്ഥലത്ത് ഇറങ്ങി വന്നിട്ട് ആ പല ആ പട്ടിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചം പരന്നീരുളാകെ അകലുന്നതാ. എങ്ങനെ നമുക്കിത് സങ്കല്പിക്കാൻ കഴിയും? മുമ്പിന് അവരുടെ ഉമിനീരിന്റെ മധുരം പറയുകയാ. അവരുടെ ഉമിനീര് ഭൂമിയിൽ ഉപ്പുള്ള വെള്ളത്തിൽ കലർത്തിയാൽ അതിന്റെ ഉപ്പുരസം പോയി അത് മധുരമുള്ളതായി മാറുമല്ലോ. അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ നമുക്കിതൊക്കെ സങ്കല്പിക്കാൻ കഴിയാം? ആ സ്വർഗത്തിലെ ഹൂറുല്യങ്ങളിൽപ്പെട്ട ഒരുത്തിയുടെ ഉമിനീര് ഉപ്പുവെള്ളത്തിൽ കലർത്തിയാൽ അതിന്റെ ഉപ്പുരസം പോയി അത് മധുരമായി മാറും. പടച്ചോനെ, അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുക ആർക്ക്?
കണ്ണുകൊണ്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടാത്തവർക്ക്, കാതുകൊണ്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടാത്തവർക്ക്, ശരീരം കൊണ്ട് മൊത്തത്തിൽ വ്യഭിചാരത്തിൽ ഏർപ്പെടാത്തവർക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇലാഹായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഈ രണ്ട് കൂട്ടുകാരും സ്വർഗത്തിൽ നിന്ന് കണ്ടുമുട്ടി ആ സ്വർഗീയ അത്ഭുതങ്ങളെക്കുറിച്ച് അവർ ചർച്ച നടത്തും. മുഅ്മിനേ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, സ്വർഗത്തിലെ ഏറ്റവും കുറഞ്ഞ സ്ഥാനം തന്നെ ദുനിയാവിന്റെ മൊത്തം സൗകര്യങ്ങളും അതിന്റെ 10 ഇരട്ടിയാണ്. ആ സ്വർഗം കിട്ടണമെങ്കിൽ കുറച്ച് പണി ഉണ്ടാവൂലേ? ആ സ്വർഗം അത്ര എളുപ്പത്തിൽ അങ്ങ് കിട്ടുമോ? ആ സ്വർഗം അങ്ങനെ എളുപ്പത്തിൽ അങ്ങ് തരാൻ പറ്റുമോ? സ്വർഗത്തിന്റെ മൊത്തം സൗകര്യങ്ങളെ കുറിച്ചല്ല ഈ പറയുന്നത്. സ്വർഗത്തിലെ ഏറ്റവും കുറഞ്ഞ സ്ഥാനം, ദുനിയാവിന്റെ മൊത്തം സൗകര്യങ്ങളും അതിന്റെ 10 ഇരട്ടിയും. അപ്പൊ പിന്നെ ആ സ്വർഗത്തിലെ വലിയ സൗകര്യങ്ങൾ എന്തായിരിക്കും? ഇത് ഇമാം ബുഖാരിയുടെ ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഇന്നി ലഅലമു ആഖിറ അഹ്ലിന്നാരി വആഖിറ അഹ്ലിൽ ജന്നതി ദുഖൂലനിൽ ജന്ന റജുലൻ യഖ്റുജു മിനന്നാരി ഹബവാ. മുഅ്മിനേ, ഇത് ശ്രദ്ധിച്ചു കേൾക്കണേ. ഏറ്റവും അവസാനമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഏറ്റവും അവസാനമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളെ എനിക്കറിയാമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും അവസാനമായി നരകത്തിലുള്ള ശിക്ഷകളൊക്കെ കഴിഞ്ഞ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളെ എനിക്കറിയാം. നരകത്തിൽ 1 മണിക്കൂർ കിടക്കുന്ന ആളുകളുണ്ടല്ലോ, നരകത്തിൽ 1 ദിവസം കിടക്കുന്ന ആളുകളുണ്ടല്ലോ, നരകത്തിൽ 1 ആഴ്ച കിടക്കുന്ന ആളുകളുണ്ടല്ലോ, നരകത്തിൽ 1 മാസം കിടക്കുന്ന ആളുകളുണ്ടല്ലോ, 1 കൊല്ലം 5 കൊല്ലം 10 കൊല്ലം. പടച്ചോനെ, അള്ളാഹു നരകം കാണാതെ നമുക്ക് സ്വർഗം തരട്ടെ. മുഅ്മിനേ, ഹബീബായ നബി തങ്ങൾ പറയാണ്, അതായത് ഓരോരുത്തരും ചെയ്ത ഈമാൻ ഉണ്ടെങ്കിലും ചെയ്ത തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ നരകത്തിലിട്ട് അള്ളാഹു കൊടുക്കും. അവസാനം ഈമാനെ പരിഗണിച്ച് മുഅ്മിനീങ്ങളെ അവരുടെ ശിക്ഷയൊക്കെ അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മോചിപ്പിക്കും. അങ്ങനെ എല്ലാ ശിക്ഷയും കഴിഞ്ഞ് ഏറ്റവും അവസാനമായി ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളെ എനിക്കറിയാം. അയാൾ നരകത്തിൽ നിന്ന് മോചിതനായാൽ പിന്നെ നരകത്തിലുള്ളവരൊക്കെ എന്നെന്നും നരകത്തിൽ തന്നെയായിരിക്കും. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബി പറയുകയാ, ആ മനുഷ്യന്റെ അവസ്ഥ കേൾക്കണോ? യഖ്റുജു മിനന്നാരി ഹബവാ. ചന്തികുത്തി നിരങ്ങിയിട്ടാണ് അയാൾ ആ നരകത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. നടന്നിട്ടല്ല മുഅ്മിനെ, ഓടിയിട്ടല്ല മുഅ്മിനെ, ചന്തി കുത്തി നിരങ്ങിയിട്ടാണ് അയാൾ ആ നരകത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അങ്ങനെ നരകത്തിൽ നിന്നങ്ങ് രക്ഷപ്പെടലോട് ഇലാഹായ റബ്ബിന്റെ ഹളറത്ത് ഖുദ്സിയിലേക്ക് ചെല്ലുകയാണ്. ഇലാഹായ റബ്ബിനെ അയാൾ കാണുകയാണ്. അല്ലാഹു അയാളോട് പറയുകയാ, യാ ഫുലാൻ ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന. എടോ, ഇനി പോയാ സ്വർഗത്തിലേക്ക് കയറിക്കടോ. ഇയാളായിരിക്കും ഏറ്റവും അവസാനം സ്വർഗത്തിലെത്തുന്ന ആള്. അള്ളാഹു ഇയാളോട് പറയും, ചെല്ലേ പോയാ സ്വർഗത്തിലേക്ക് കയറിക്കോ. വളരെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഇയാൾ സ്വർഗത്തിന്റെ അടുത്തേക്ക് ഓടി ചെല്ലും. ഹബീബായ നബി പറയുന്നുണ്ട്, ആ സ്വർഗത്തിന്റെ ഒരു പഴുതിലൂടെ അയാൾ ആ സ്വർഗത്തിലേക്ക് ആർത്തിയോടെ നോക്കുകയാ. ഫയുഖയ്യലു ലഹു അന്നഹാ മൽആ. അയാൾക്ക് തോന്നുകയാണ്, അല്ലാഹുവേ, ഈ സ്വർഗമാകെ നിറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ, ഇനി ഞാൻ എന്തു ചെയ്യും? അയാൾക്ക് അങ്ങനെ തോന്നും. ആ സ്വർഗത്തിന്റെ ഒരു പഴുതിലൂടെ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് തോന്നും സ്വർഗാകെ നിറഞ്ഞിട്ടുണ്ട്. അയാൾ നിരാശനായിട്ട് അള്ളാന്റെ അടുക്കൽ വന്നിട്ട് പറയും, പടച്ചോനെ, നിന്റെ കൽപ്പന അനുസരിച്ച് ഞാൻ ആ സ്വർഗത്തിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കി, പക്ഷേ വജത്തുഹാ മൽആ, ആകെ നിറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. അല്ലാഹു പറയുമടോ, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, നീ പോയിട്ട് ആ സ്വർഗത്തിലേക്ക് അങ്ങ് കയറ്. അയാൾ രണ്ടാമതും പ്രതീക്ഷയോടെ ചൊല്ലും. രണ്ടാമതും അയാൾ ആ സ്വർഗത്തിലേക്ക് എത്തി നോക്കും.
അപ്പോഴും ഫയുഖയ്യലു ലഹു അന്നഹാ മൽആ, ഇതാകെ നിറഞ്ഞിരിക്കുകയാണെന്ന് അയാൾക്ക് തോന്നുമല്ലോ. അയാളുടെ നിരാശ കൂടുമല്ലോ, അയാൾ സങ്കടപ്പെട്ട് കരയുമല്ലോ. എന്നിട്ട് റബ്ബിന്റെ ഹളറത്തിലേക്ക് വന്നിട്ട് വീണ്ടും പറയുകയാ, യാ റബ്ബി വജദ്തുഹാ മൽആ, അല്ലാഹുവേ നിറഞ്ഞിട്ടുണ്ട് റബ്ബേ, ഇനി അതിലേക്ക് കയറാൻ കഴിയൂല റബ്ബേ. ഉടനെ അല്ലാഹു പറയുന്നത് മുഅ്മിനേ ഇങ്ങനെയാ, എടോ അലം അഖുല്ലക ഇദ്ഹബ് ഫദ്ഖുലുൽ ജന്ന ഫഇന്ന ലക ഫീഹാ മിസ്ലദ് ദുനിയാ വഅശറത അംസാലിഹാ. അല്ല ചങ്ങാതി, നിന്നോടല്ലേ ഞാൻ പറഞ്ഞു പോയിട്ട് ആ സ്വർഗത്തിലേക്ക് കയറാൻ? എടോ അലം അഖുല്ലക, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇദ്ഹബ് ഫദ്ഖുലുൽ ജന്ന, നീ പോയിട്ട് അതിലേക്കങ്ങ് കയറ്. എന്നിട്ട് പറയുകയാണ് ഫഇന്ന ലക ഫീഹാ മിസ്ലദ് ദുനിയാ വഅശറത അംസാലിഹാ. എന്താ നീ പറഞ്ഞത്? സ്വർഗം നിറഞ്ഞുവെന്നോ? എടോ, നിനക്കാ സ്വർഗത്തിൽ ഞാൻ ഒരുക്കി വെച്ച സൗകര്യം എത്രയാണെന്നറിയോ? ഫഇന്ന ലക ഫീഹാ മിസ്ലദ് ദുനിയാ വഅശറത അംസാലിഹാ. ദുനിയാവിന്റെ മൊത്തം സൗകര്യങ്ങളും അതിന്റെ 10 ഇരട്ടിയുമാണ് നിനക്കാ സ്വർഗത്തിൽ ഞാൻ ഒരുക്കി വെച്ചത്. ചെന്നങ്ങ് കയറിക്കോളണം. മുത്തറസൂല് പറയുന്നുണ്ട്, അള്ളാഹു ഈ മറുപടി അങ്ങ് കൊടുക്കുമ്പോൾ അയാൾ പൊട്ടി അങ്ങട്ട് കരയും. അയാൾ കരയും. അയാൾ ചോദിക്കും, അല്ലാഹുവേ അത്തൽഹഖു ബി അത്തഹുസവനി, അല്ല റബ്ബേ നീ എന്നെ കളിയാക്കുകയാണോ? റബ്ബേ നീ എന്നെ പരിഹസിക്കുകയാണോ? വഅൻതൽ മലികുൽ വഹാബ്, അല്ല പടച്ചോനെ നീ വലിയ ഔദാര്യവാനായ റബ്ബായിട്ട് എന്നെ കളിയാക്കാണോ? എന്നെ തമാശാക്കാണോ റബ്ബേ? സംഗതി ഞാൻ കുറെ തെറ്റൊക്കെ ചെയ്തു, ശരിയാണ്. അതിനുള്ള ശിക്ഷയൊക്കെ നരകത്തിൽ നിന്ന് നീ എനിക്ക് തന്നില്ലേ, നീ എന്നെ കളിയാക്കണോ? അല്ലാഹു പറയുമെടാ, ഇത് പരിഹാസമല്ല, ഇത് കളിയാക്കലല്ല. വഅന അലൈഹി ഖദീർ, അതിനൊക്കെ കഴിവുള്ളവനാണ് ഞാൻ. നീ ചെന്നാ സ്വർഗത്തിലേക്കങ്ങ് കയറേണ്ടതാ. ഉമ്മിനെ മുത്തുനബി പറയുന്നുണ്ട്, അയാളങ്ങനെ സ്വർഗത്തിലേക്കങ്ങ് കയറുമല്ലോ. ആ സ്വർഗീയ സൗകര്യങ്ങൾ അയാൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള ആ സൗകര്യം കാണുമ്പോൾ അയാൾ സുജൂദിൽ വീഴുകയാ. എന്നിട്ട് വിളിച്ച് പറയുന്നു, അല്ലാഹ് നീ എത്ര വലിയ ഔദാര്യവാനാണ് റബ്ബേ, ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ സൗകര്യം നീ തന്നത് എനിക്കാണല്ലോ. ഇത് പറഞ്ഞ മനുഷ്യന് സുജൂദിൽ വീഴുമെന്ന് അഷ്റഫുൽ വറായ നബി മുഹമ്മദ് മുസ്തഫ. മുഅ്മിനേ, മുത്തറസൂല് പറയാണ്, ദാലിക അദ്നാ അഹ്ലിൽ ജന്നത്തി മൻസില, അയാളാണ് ആ സ്വർഗത്തില് ഏറ്റവും കുറഞ്ഞ സ്ഥാനം കിട്ടിയ ആൾ. അയാളേക്കാൾ കുറഞ്ഞ സ്ഥാനമുള്ള ഒരാൾ സ്വർഗത്തിലില്ല. ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത് അയാളേക്കാൾ കുറഞ്ഞൊരു സ്ഥാനം സ്വർഗത്തിൽ ഒരാൾക്കില്ല. എന്നിട്ട് അയാള് സുജൂദിൽ വീണിട്ട് പറയാ, പടച്ചോനെ ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ സൗകര്യം നീ തന്നത് എനിക്കാണല്ലോ. അപ്പോൾ എന്തായിരിക്കും സ്വർഗത്തിലെ വലിയ വലിയ സൗകര്യങ്ങളൊക്കെ? അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു ഫിർദൗസ് തരട്ടെ. മുഅ്മിനേ, ആ സ്വർഗം ലഭിക്കാൻ അല്ലാഹു നമുക്ക് തന്ന ആയുസ് 60ഓ 70ഓ ആണ്. ആയത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടതാ അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂൻ
ملومين ومن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. സൂറത്ത് മുഅ്മിനൂന്റെ ആദ്യത്തെ 10 ആയത്തുകളാണ് ഞാൻ ഓതിയത്. ആയത്തിറങ്ങിയപ്പോ മുത്ത് റസൂൽ സഹാബികളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, പടച്ചോനെ വിചാരിച്ചിട്ട് ഈ ആയത്തുകളൊന്ന് മനഃപ്പാടാക്കണേ. ഈ 10 ആയത്തുകൾ ഒരാൾ മനഃപ്പാടമാക്കുകയും ഫഅഖാമ അലൈഹിന്ന അതിൽ പറയുന്ന കാര്യങ്ങൾ പാലിക്കുകയും ചെയ്താൽ അയാൾക്ക് ഫിർദൗസ് ഉറപ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഫിർദൗസ് എന്നാൽ സ്വർഗത്തിലെ അഅ്ലാ മർത്തബയാണ്, ഉന്നതമായ ദർജയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് കിട്ടാനുണ്ടാകേണ്ട ഗുണങ്ങളാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഖുശൂഉള്ള മുഅ്മിനീങ്ങളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. സാന്നിധ്യത്തോടെ നിസ്കരിക്കാൻ അല്ലാഹു വിധി നൽകട്ടെ. ചരിത്രത്തിൽ കഴിഞ്ഞു പോയ ചില മഹാരഥന്മാരുടെയൊക്കെ നിസ്കാരത്തിന്റെ അവസ്ഥ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ തൊടയിലേക്ക് യുദ്ധത്തിൽ അമ്പ് തെറിച്ചു. ആ അമ്പ് വലിച്ചൂറി, പക്ഷെ അതിന്റെ മൊന തൊടയുടെ ഉള്ളിൽ തെറിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ബിഷക്കരന്മാര് പറഞ്ഞു, ബോധം കെടുത്തിയിട്ട് അത് ഉള്ളിൽ നിന്ന് എടുക്കണം. ഹലിയാര് തങ്ങൾ പറയാ, നിങ്ങൾ എന്നെ ബോധം കെടുത്തൊന്നും വേണ്ട, ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു നിസ്കാരത്തിലായിരിക്കുമ്പോ മെല്ലെ കീറിയിട്ട് അമ്പെടുത്തേക്കണം, അമ്പിന്റെ മുനയെടുത്തേക്കണം. തൊട കീറിയിട്ട് അമ്പിന്റെ മുനെടുത്തു. ഫലം യതഗയ്യറ ഫീ സലാത്തിഹി, ആ നിസ്കാരത്തിൽ ഒരു ഭാവപ്പകർച്ച പോലും അലിയാർ തങ്ങൾക്കുണ്ടായില്ലെന്ന്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന് വാതരോഗം പിടിപെട്ടു. ഒരു ചൊറിയും ഇടത് കൈ മുറിക്കണമെന്ന് ഡോക്ടർമാര് വിധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ബോധം കെട്ടിയിട്ടൊന്നും കൈ മുറിക്കണ്ട, ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു നിസ്കാരത്തിലാകുന്ന സമയത്ത് നിങ്ങളുമെല്ലാം മുറിച്ചു മാറ്റിക്കോളൂ. നിസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ ഇടത് കൈ മുറിച്ചു മാറ്റി. ഇവരറിഞ്ഞില്ല. അതൊന്നും നമ്മളെ തലേക്ക് കയറൂല. കാരണം നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ഒരു ഉറുപ്പി അങ്ങോട്ട് ഉരുണ്ട് വീണാൽ അതെവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞാലേ പിന്നെ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. അതപ്പോ നമ്മളവസ്ഥ. ഇങ്ങനത്തെ നമ്മളോട് ഇത് പറഞ്ഞാൽ തലേക്ക് എങ്ങനെ കയറുക? അല്ലാഹു അസ്ഫിലത്തു ബൈനൽ അബ്ദി വബൈന റബ്ബിഹി, അല്ലാഹുവിന്റെയും അബ്ദിന്റെയും ഇടയിലുള്ള ആ ചേരലാണല്ലോ നിസ്കാരം. അത് ആത്മാവിന്റെ മിഅ്റാജാണല്ലോ. അല്ലാഹു അതങ്ങനെ ആക്കി തരട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും അതങ്ങനെ ആക്കിത്തരട്ടെ. കണ്ണിയത്ത് ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. പിന്നെ പറഞ്ഞത് ശ്രദ്ധിക്കണം, സകല ലഘുവുകളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്. ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവരാ. ലഘുവ് എന്നതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാജി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുല്ലു ഹറാം, എല്ലാ ഹറാമും ലഘുവാൻ, എല്ലാ കറാഹത്തും ലഘുവാൻ, എല്ലാ ഹലാലും ലഘുവാന്. അതായത് അവന് അതിലേക്ക് യാതൊരു ആവശ്യവുമില്ല, ഒരാവശ്യവുമില്ലാത്ത ഹലാലും ലഘുവാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ എല്ലാ ലഘുവുകളിൽ നിന്നും മാറി നിൽക്കുന്ന മുഅ്മിനീങ്ങൾ. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്ത് കൊടുക്കേണ്ടത് പ്രകാരം കൊടുക്കുന്ന മുഅ്മിനീങ്ങൾ. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ സവാദിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ വമൻ ഇബ്തഗാ വറാഅ ദാലിക ഫൗലായിക ഹുമുൽ ആദൂൻ. വിശദീകരിച്ച് പറയേണ്ടതാണ്. ഒറ്റവാക്കിൽ പറയട്ടെ, ഗുഹ്യസ്ഥാനങ്ങളെ, ജനനേന്ദ്രിയങ്ങളെ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രം ഉപയോഗപ്പെടുത്തുന്നവർ. അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത ഒരു നിലക്കുള്ള പ്രവർത്തനങ്ങളിലും അവരേർപ്പെടൂല.
അവരെ കരാറിന്റെ കാര്യത്തിൽ, ഉടമ്പടിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നവരാണ്. അല്ലാഹുവുമായി ബന്ധപ്പെട്ട ഹക്കുകൾ മാത്രമല്ല, മനുഷ്യരുമായി ബന്ധപ്പെട്ട ഹക്കുകളും പാലിക്കുന്നവരാണ്. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുന്ന നേരത്തെ പറഞ്ഞു. എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുക, അപ്പാ നിസ്കാരത്തിൽ ഖുശൂ. അങ്ങനെയല്ല, ഓരോ നിസ്കാരത്തെയും ആ നിസ്കാരത്തിന്റെ അതത് വക്തിൽ തന്നെ ചെയ്യാൻ കൃത്യനിഷ്ഠതയോടുകൂടെ ശ്രദ്ധിക്കുന്ന ആളുകൾ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു നിസ്കാരം ഖളാ ആകാതെ മരണം വരെ നിന്ന് നിസ്കരിക്കാൻ തന്നെയുള്ള ആരോഗ്യം തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. നിന്നോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച കാര്യത്തിൽ കൊണ്ടോട്ടിയിൽ നിന്നൊരു സഹോദരി വന്നിട്ട് പറഞ്ഞു, എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഞങ്ങളോട് തുറന്നു പറയാൻ, എന്റെ ജീവിതത്തിലെ ദുനിയാവിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? എനിക്ക് എല്ലാവരും സുജൂദ് ചെയ്യുന്നത് പോലെ നെറ്റി നിലത്ത് വെച്ചിട്ട് ഒന്ന് സുജൂദ് ചെയ്യാനുള്ള ഒരു തൗഫീഖ് കിട്ടണം. വേറെ ഒരാഗ്രഹം ഈ ദുനിയാവിൽ എനിക്കില്ല. പടച്ചോനെ, അങ്ങനെയൊക്കെ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുന്നവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അള്ളാഹു ശമനം നൽകട്ടെ. ആ സഹോദരിക്കും അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അവരുടെ ആഗ്രഹം പോലെ മര്യാദയ്ക്ക് മുട്ടും കാലും കയ്യും നെറ്റിയൊക്കെ നിലത്ത് വെച്ച് സുജൂദ് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. മരണം വരെ അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകളൊക്കെ നിലനിർത്തി തരട്ടെ. ഒരു പൂതിയാണ്, ഒരാഗ്രഹമാണ്. 8 കൊല്ലായി ഞാൻ ഈ നെറ്റി നിലത്ത് വെച്ച് നിസ്കരിച്ചിട്ടെന്നാ പറഞ്ഞ്. 8 കൊല്ലായി. എനിക്ക് പേടിയാണ് പടച്ചോനെ, അള്ളാഹു എനിക്ക് സുജൂദ് ചെയ്യാൻ തൗഫീഖ് തരുന്നില്ലല്ലോ. അതുകൊണ്ട് എന്താണാവോ അള്ളാഹു എനിക്ക് കണക്കാക്കിയത്? ആ കാര്യത്തിൽ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് മര്യാദയ്ക്കൊന്ന് സുജൂദ് ചെയ്തിട്ട് മരിച്ചാൽ മതി നമ്മൾ ചിന്തിക്കണം. മിനെ നിസ്കാരം അതത് സമയത്ത് ചെയ്യാന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അനവല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. ഓരോ നിസ്കാരത്തെയും അതത് സമയത്ത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുന്നവർ, അവരെ കുറിച്ചാ പറഞ്ഞിട്ടുള്ളത് ഫൗലായിക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അവരാണ് ഫിർദൗസിന് അനന്തരമെടുക്കുന്നവർ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഭാഗ്യം തരട്ടെ. ഏതായാലും ഈ സ്വർഗീയ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ ഈ 2 സുഹൃത്തുക്കളും പരസ്പരം കണ്ടുമുട്ടി അവരങ്ങനെ സ്വർഗത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ അവർ മഹ്ശറയെ കുറിച്ച് ചർച്ച ചെയ്യും. പിന്നെ ശ്രദ്ധിക്കണേ, അവരുടെ ചർച്ച ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാവും. എവിടുന്നാപ്പത് സംഭവം സ്വർഗത്തുനിന്നാണ്. ഇവര് 2 പേരും സ്വർഗത്തിലെത്തി. ആ കൂട്ടുകാരന്മാര് കണ്ടുമുട്ടിയ സന്തോഷത്തിലാ. കണ്ടുമുട്ടി ആദ്യ സ്വർഗത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ കുറെ നേരം ചർച്ച ചെയ്തു. പിന്നെ അവര് ദുനിയാവിലെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങും. ഓർമ്മണ്ടോ നമ്മൾ ദുനിയാവിൽ നിന്ന് പണ്ട്? അതിന് സ്വർഗത്തിലെത്തിയാൽ ഉസ്താദെ ദുനിയാവൊക്കെ അപ്പൊ വല്ല ഓർമ്മയുണ്ടാവോ? ഉണ്ടാവും മുഅ്മിനെ. സ്വർഗത്തിലെത്തിയാലും ദുനിയാവ് മറക്കൂലട്ടോ. നമ്മൾ ഖബറിലെത്തലോടുകൂടെ ഈ ഭൂമിയിൽ ഇവിടെ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ മറക്കുന്നു വിചാരിച്ചോ? നിങ്ങൾ മറക്കൂല. ഉമ്മാന്റെ വയറ്റിൽ നീ ഭൂമിയിലേക്ക് ആലമുൽ ദുനിയയിലേക്ക് വന്നപ്പോ ആലമുർ റഹിമിൽ കഴിഞ്ഞതൊക്കെ നമ്മൾ മറന്നു. ശരിയാണ്. അതിനു മുമ്പ് ആലമുൽ അർവാഹ് കഴിഞ്ഞു. ആലമുൽ അർവാഹ് നമ്മൾ മറന്നു. ശരിയാണ്. ആലമുർ റഹിം ഗർഭാശയ ലോകം നമുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും 9 മാസം 8 മാസം എന്നൊക്കെ പറഞ്ഞ മാതിരി അവിടെ കഴിഞ്ഞുകൂടിയവരാ. പക്ഷെ എന്തേ ഓർമ്മയുള്ളത്? ഒന്നും ഓർമ്മല്ല. ഈ ദുനിയാവിലേക്ക് എത്തിയപ്പോൾ, ആലമുദ്ദുനിയയിലേക്ക് എത്തിയപ്പോൾ ആലമുർ റഹിം, ആ ഗർഭാശയ ലോകം പറ്റ നമ്മൾ മറന്നുപോയി. അവിടെ നടന്ന ഒരു സംഭവം നമുക്ക് ഓർമ്മല്ല. ഇനിയിപ്പോ ആലമുദ്ദുനിയയും കഴിഞ്ഞ് ആലമുൽ ബർസഖിയിലെത്തിയാൽ ആലമുദ്ദുനിയയിൽ കഴിഞ്ഞതൊക്കെ മറക്കുന്നു വിചാരിച്ചോ? ഇല്ല, മറക്കില്ല മുഅ്മിനെ. ഖബറിലെത്തിയാലും ദുനിയാവിലെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഓർമ്മയുണ്ടാകുമെന്ന് അഷ്റഫുൽ വറായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഒരു ദിവസം ഖബറിന്റെ കഥ പറയുകയാണ് ഹബീബായ നബി തങ്ങൾ. സഹാബികൾ അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരിൽ പലരും ഭയപ്പെട്ടു പോയി.
ഖബറിന്റെ അത്ഭുതങ്ങൾ പറയുകയാ. ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, നബിയേ അതുറദ്ദൂലുനാ ഫീ ഖുബൂരിനാ യാ റസൂലല്ലാഹ്. അല്ല നബിയേ, ദുനിയാവിനെ ഖബറിനെ കുറിച്ച് നിങ്ങൾ വിശദമായി പറഞ്ഞല്ലോ നബിയേ. ദുനിയാവിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച്, ഖബറിലുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞല്ലോ നബിയേ. അതുറദ്ദൂലുനാ ഫീ ഖുബൂരിനാ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല നബിയേ, അതിന് ഖബറിലെത്തിയാൽ ഈ ദുനിയാവിൽ കഴിഞ്ഞു പോയ വല്ല കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവുമോ? മഹാന്മാരായ പല പണ്ഡിതന്മാരും നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട റഹ്മാൻ ഫൈസി അവർകൾ, അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും ദഅവത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന മഹാന, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മുടെ ആലിമീങ്ങളൊക്കെ, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, പട്ടിക്കാട് ജാമിയയിലെ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, മഹാനായ സൈനുൽ ചെറുശ്ശേരി ഉസ്താദ്, പടച്ചോനെ ആലിമീങ്ങളുടെ രോഗങ്ങളും അവരുടെ വിഷമങ്ങളൊക്കെ അത് സമുദായത്തിന്റെ വിഷമാണ്, അത് നമുക്കൊക്കെ പരീക്ഷണാണ്. അള്ളാഹു അവർക്കൊക്കെ നല്ല ശിഫയും റാഹത്തും കൊടുക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു കൊടുക്കട്ടെ. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ടും അള്ളാഹു അവരെയും നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഉമ്മിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, മുത്തുനബിയെ ഖബറിലെത്തിയാൽ ദുനിയാവിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവോ എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. ഹബീബായ നബി പറഞ്ഞത്, ഉമർ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ സംഭവവികാസങ്ങളെ എപ്രകാരമാണോ നിങ്ങൾ ഓർക്കുന്നത്, അതുപോലെ നിങ്ങൾ ഖബറിലെത്തിയാൽ ഈ ദുനിയാവിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെയൊക്കെ ഓർക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് അഷ്റഫുൽ വറായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖബറിൽ സന്തോഷം നൽകട്ടെ. അല്ലാഹു ഖബറിൽ നല്ലത് ഓർക്കാൻ തൗഫീക്ക് തരട്ടെ. അതിന് മുമ്പിനെ നമ്മൾ നല്ലവരായി ജീവിക്കണ്ടേ. ഒറ്റ കാര്യം പറയാ, ഖബറിന്റെ രക്ഷയ്ക്ക്, ഖബറിന്റെ സന്തോഷത്തിന് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താന്. ഒരു 3-4 മിനിറ്റ് ഉപയോഗപ്പെടുത്തി എല്ലാ ദിവസവും ഒരു സൂറത്തുൽ മുൽക്ക് ഓതുക, തബാറക സൂറത്ത് ഓതുക. അത് ഖബറിലേക്ക് ഏറ്റവും വലിയ രക്ഷയാ. അല്ലാഹു തൗഫീക്ക് തരട്ടെ. നമുക്കൊന്നൊന്നും അറിയില്ലല്ലോ. നാളെ ഒരു പക്ഷേ ഈ 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ മയ്യത്ത് കുളിപ്പിക്കലും കഴിഞ്ഞ്, കഫൻ ചെയ്യലും കഴിഞ്ഞ്, നിസ്കാരം കഴിഞ്ഞ് ഇതിന്റെ അടിയിലേക്ക് നമ്മൾ എത്തിക്കൂടെ മുമ്പിനെ? ആർക്ക് പറയാൻ കഴിയും നാളെ ഞാൻ ഈ സമയത്ത് ഇവിടെ ഉണ്ടാവും, ഹയാത്തിലുണ്ടാവും? പറയാൻ കഴിയൂല. ഒരുപക്ഷെ നാളെ സമയമാകുമ്പോഴത്തേക്ക് ചോദ്യം തുടങ്ങിയിട്ടുണ്ടാവും, എടോ ഉമർ റബ്ബുക വമൻ നബിയുക വമാ ദീനുക. അതിലേക്ക് 2 മലക്കുകൾ ഉണ്ടെന്നതും മുൻകർ നകീറെന്നാണ് നാമം എന്നതും കണ്ടാൽ വിറക്കും രൂപമാണവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും. റബ്ബേതു നബിയേതാണ് ദീനും ഏതാ, ചോദ്യം ഇതാനതിനുത്തരം ചെയ്യേണ്ടതാൻ. അതിലേക്ക് 2 മലക്കുകൾ ഉണ്ടെന്നതും മുൻകർ നകീറെന്നാണ് നാമം എന്നതും കണ്ടാൽ വിറക്കും രൂപമാണവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും. റബ്ബേതു നബിയേതാണ് ദീനും ഏതാ, ചോദ്യം ഇതാനതിനുത്തരം ചെയ്യേണ്ടതാൻ. അല്ലാഹു ഖബർ രക്ഷാക്കി തരട്ടെ. അല്ലാഹു ഖബറിന്റെ ഫിത്നയെ തൊട്ട് കാക്കട്ടെ. ഈ ആമീന്റെ ഫضل കൊണ്ട് അല്ലാഹു ഖബർ സന്തോഷാക്കി തരട്ടെ. നമുക്ക് വേണ്ടപ്പെട്ടവർ പലരും ഇന്ന് വീട് മാറി, അവരാറടി മണ്ണിലുള്ളിലാണ്. അല്ലാഹുവേ, ഖബർ സന്തോഷാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഞങ്ങൾക്കൊക്കെ തൗഫീക്ക് തരണേ റബ്ബേ. അല്ലെങ്കിൽ അല്ലാഹുവേ, ചോദ്യമില്ലാതെ രക്ഷപ്പെടുത്തുന്നവരിൽ ഞങ്ങളെ പെടുത്തി തരണേ അല്ലാ. മുഅ്മിനെ, ആ ചോദ്യമില്ലാതെ രക്ഷപ്പെടാനുള്ള വഴിയാണ് സൂറത്തുൽ മുൽക്ക്. മുൽക്കെന്ന സൂറത്തോതിയെല്ലാ രാത്രിയിൽ
അവനും സുആലില്ലെന്ന് വന്നു ഹദീസതിൽ മുൽക്കെന്ന സൂറത്തോതിയെല്ലാ രാത്രിയിൽ അവനും സുആലില്ലെന്ന് വന്നു ഹദീസതിൽ. മുഅ്മിനെ, അല്ലാഹു നമുക്കൊരു ദിവസത്തിൽ തന്നത് 1440 മിനിറ്റാണ്. ഒരു ദിവസത്തിൽ അല്ലാഹു നമുക്ക് തന്നത് 1440 മിനിറ്റാണ്. 3-4 മിനിറ്റ് കൊണ്ട് സൂറത്തുൽ മുൽക്ക് ഓതി തീർക്കാൻ നമുക്ക് കഴിയില്ലേ? എന്നിട്ട് കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളത്? ഈ കൂട്ടത്തിൽ അതിന് ഭാഗ്യം കിട്ടിയ ആളുകൾ എത്രയാ? ഭാഗ്യം കിട്ടാത്തവരെത്രയാ? മുഅ്മിനെ, ഗൗരവമായി ചിന്തിക്കണേ. ദുനിയാവിൽ കഴിച്ചു കൂട്ടുന്നതിനേക്കാൾ എത്രയോ കാലം നമ്മൾ കഴിച്ചു കൂട്ടേണ്ടത് ഖബറിലല്ലേ? അപ്പോൾ ഈ ദുനിയാവിന് വേണ്ടി നടത്തേണ്ടത് ഖബറിന്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ? ഒരു കാര്യം ഉറപ്പാണ്, ഈ ദുനിയാവിൽ കഴിച്ചു കൂട്ടുന്നതിനേക്കാൾ എത്രയോ കാലം നമ്മൾ കഴിച്ചു കൂട്ടേണ്ടത് ഖബറിലല്ലേ? പക്ഷെ നമ്മളെ കാര്യം, നമ്മുടെ ചിന്തകൾ കൂടുതലും ദുനിയാവിന്റെ കാര്യത്തിലാണ്. നമ്മുടെ ആസൂത്രണങ്ങൾ മുഴുവനും നമ്മുടെ ഈ ദുനിയാവിലെ ഭാവിയെക്കുറിച്ച്. ഇതൊക്കെ കഴിഞ്ഞ് എത്രയോ കാലം സ്വന്തം തനിച്ചു വിരണ്ടു മണ്ണറക്കുള്ളിലെ കിടക്കുന്ന കാലം തീർച്ചയാണേ നിന്നിലെ വാത്സല്യ മക്കൾ കണ്ടടം ഒലിക്കുന്നതായി വന്നവിട നിന്നും കൊണ്ട് കൈയുയർത്തുന്നതായി. എന്നാൽ നിനക്കത് കൊണ്ട് പുള്ളതാ, ഇത് നിന്റെ സ്വന്തം മക്കളാൽ ലഭിക്കുന്നതാ. സ്വന്തം തനിച്ചു വിരണ്ടു മണ്ണറക്കുള്ളിലെ കിടക്കുന്ന കാലം തീർച്ചയാണേ നിന്നിലെ. ഈ കൂട്ടത്തിൽ ഇനി ആരായിരിക്കും ആദ്യം ഖബറിലെത്താന്ന് അള്ളാഹ്ക്കറിയാലോ. ഈ കൂട്ടത്തിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, ഒരുപാട് ആണുങ്ങളുണ്ട്, വലിയോലുണ്ട്, ചെറിയോലുണ്ട്. റബ്ബേ, ഇത് പറയുന്ന ഞാനാവോ, സ്റ്റേജിലുള്ളവരാവോ, സദസ്സിലുള്ളവരാവോ, വലിയോലാവോ, ചെറിയോലാവോ, നമുക്കതൊന്നും അറിയില്ല. നമ്മളെ കൂട്ടത്തിൽ ഇനി ആദ്യം ആര് ഖബറിലെത്തും റബ്ബിനറിയാം. ഏതായാലും ദുനിയാവിൽ കഴിച്ചു കൂട്ടുന്നതിനേക്കാൾ എത്രയോ കാലം കഴിച്ചു കൂട്ടേണ്ടത് ഖബറിലാണ്. അതുകൊണ്ട് ആ ഖബറിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി, അവിടുത്തെ ഒരു റാഹത്തിന് വേണ്ടി മുഅ്മിനെ എല്ലാ ദിവസവും ഒരു സൂറത്തുൽ മുൽക്ക് ഓതാൻ ശ്രദ്ധിച്ചോളൂ, തബാറക സൂറത്ത് ഓതാൻ ശ്രദ്ധിച്ചോളൂ. അത് വലിയ മുതൽക്കൂട്ടാകും. നമുക്ക് പ്രതിജ്ഞ എടുക്കാൻ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസിനോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കൊന്ന് പതിവാക്കാനും മരണം വരെ നിലനിർത്താനും അങ്ങനെ ഖബറങ്ങ് സന്തോഷാകാനും. അത് ഖബറിന്റെ രക്ഷയുടെ സൂറത്താ, അത് ഖബറിന്റെ സന്തോഷമാ, അത് ഖബറിന്റെ രക്ഷയാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ചുരുക്കി പറയാ, ഈ സ്വർഗത്തിൽ നിന്ന് കണ്ടുമുട്ടിയ രണ്ട് സുഹൃത്തുക്കൾ അവര് ദുനിയാവിന്റെ കാര്യത്തിൽ അവസാനം ചർച്ച നടത്തും. അതാണല്ലോ നമ്മുടെ വിഷയം. രണ്ടാളുകൾ സ്വർഗത്തിലെത്തി, അവർ സ്വർഗത്തിൽ നിന്ന് കണ്ടെത്തിൽ പല ചർച്ചകളും നടത്തുന്ന കൂട്ടത്തിൽ ഫയഖൂലു അഹദുഹുമാ ലിസ്വാഹിബിഹി, ആ കൂട്ടത്തിൽ ഒരാൾ മറ്റേയാളോട് ചോദിക്കും, എടോ അത്തഅലമു മതാ ഗഫറല്ലാഹു ലനാ, നോക്ക്, നിനക്ക് ഓർമ്മ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ തന്നെ ചില തെറ്റുകളും ചെയ്തത് നിനക്ക് ഓർമ്മല്ലേ? നാലിന്റെ കാര്യം നമ്മൾ ദുനിയാവിൽ നിന്ന് ചെയ്തില്ലേ? തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുന്നല്ലേ നമ്മൾ പഠിച്ചത്? പക്ഷെ നമുക്ക് ആ ശിക്ഷ കിട്ടിയിട്ടില്ലല്ലോ. നമ്മളെ ദോഷങ്ങൾ അല്ലാഹു മാപ്പാക്കി തന്നിട്ടുണ്ടല്ലോ. നിനക്കറിയാം ദോഷങ്ങൾ അല്ലാഹു മാപ്പാക്കി തന്നെന്ന് എനിക്കറിയാം. എങ്കിൽ പറയൂ സഹോദരാ, എപ്പോഴാണ് അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ മാപ്പാക്കി തന്നത്? അതിന്റെ മറുപടി ഇങ്ങനെയാ. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ആ കൂട്ടുകാരൻ പറയുമല്ലോ, യൗമ കുന്നാ
ഫീ മജ്ലിസി കദാ വകദാ ഫദഅൗന അല്ലാഹ ഫഗഫറല്ലാഹു ലനാ. അല്ല സഹോദരാ, നിനക്ക് ഓർമ്മയില്ലേ, ദുനിയാവിൽ നിന്നൊരിക്കൽ ഇന്നാലിന്ന ഒരു മജ്ലിസിൽ നമ്മൾ പങ്കെടുത്തില്ലേ? ഒരു ദുആഇന്റെ മജ്ലിസിൽ പങ്കെടുത്തത്, ഒരു സ്വലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുത്തത്, ഒരു ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്തത്, ഒരു മജ്ലിസുൻ നൂറിൽ നമ്മൾ പങ്കാളിയായത്, പരിശുദ്ധ ഖുർആന്റെ മജ്ലിസിൽ നമ്മൾ പങ്കാളിയായത് നിനക്ക് ഓർമ്മയില്ലേ? അവിടെ അനേകം മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നു. അവിടന്ന് കൂട്ടമായി നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്തത് നിനക്കോർമ്മയില്ലേ? ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ മജ്ലിസ്. അലിമിങ്ങളുണ്ടായിരുന്നു, പ്രായമുള്ളവരുണ്ടായിരുന്നു, ഒരുപാട് ദിക്ർ ചൊല്ലി നടക്കുന്നവരുണ്ടായിരുന്നു, മുതഅല്ലിമീങ്ങളുണ്ടായിരുന്നു, ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഒരുങ്ങി നടക്കുന്നവരുണ്ടായിരുന്നു, പലരുണ്ടായിരുന്നു. അവിടുന്ന് ഒരാള് അള്ളാഹിനോട് ദുആ ചെയ്തു, പടച്ചോനെ റബ്ബേ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ദോഷങ്ങളൊക്കെയും ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാഹ്. ഒരാളങ്ങ് ദുആ ചെയ്തു. അതിനാ മജ്ലിസിലുള്ളവരൊക്കെ ആമീൻ പറഞ്ഞു. എടാ, എന്റെയും നിന്റെയും ആമീന് അത്ര വലിയ നിലയും വലിയൊന്നില്ലെങ്കിലും ആമീന് നിലയും വലിയുള്ള ചില ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരുടെ ആമീൻ അല്ലാഹ്ക്ക് തട്ടാൻ പറ്റില്ലായിരുന്നു. അങ്ങനത്തെ നാവിന്റെ ഉടമകളായിരുന്നു അവർ. എല്ലാവർക്കും ദോഷങ്ങൾ പൊറുക്കണേ എന്ന ദുആക്കല്ലേ അവർ ആമീൻ പറഞ്ഞത്. അതിൽ നമ്മളും പെട്ടു. അൽഹംദുലില്ലാഹ്. ആ ആമീന്റെ ഫലമായി, ആ മജ്ലിസിലുള്ള ആമീന്റെ ഫലമായ നമ്മൾ രക്ഷപ്പെട്ടതെന്ന മറുപടിയാ നൽകുന്നതെന്ന് അഷ്റഫുൽ വറായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മാത്രമല്ല, ഈ രണ്ട് കൂട്ടുകാരന്മാരും അവിടുന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുമല്ലോ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയുമല്ലാഹ്. ദുനിയാവിൽ നിന്ന് അത്തരത്തിലുള്ള മജ്ലിസിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്നല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങൾ രക്ഷപ്പെട്ടതല്ലാഹ്. അതുകൊണ്ട് നിനക്ക് സ്തുതി അല്ലാഹ്. ഇത് പറഞ്ഞ റബ്ബിനെ ഹംദർപ്പിച്ച് അവരെ സന്തോഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുത്തുനബി പറയുന്നുണ്ട്. ഇവരുടെ ഈ സംഭാഷണം, ഇവരുടെ ഈ ചർച്ചയൊക്കെ നരകക്കാര് കട്ടുകേൾക്കും. നരകക്കാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. സ്വർഗക്കാരുടെ പല ചർച്ചകളും പല വിഷയങ്ങളും നരകക്കാര് കേൾക്കും. അല്ലാഹു നരകത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. പടച്ചോനെ, ഈ സ്വർഗത്തിൽ നിന്ന് ഈ കൂട്ടുകാരന്മാർ രണ്ടുപേരും നമ്മളാ ദുനിയാവിൽ നിന്ന് അങ്ങനെ ഒരു മജ്ലിസിൽ പങ്കെടുത്ത് ആ കൂട്ടദുആയിൽ ഉൾപ്പെട്ടത് കൊണ്ടാണല്ലോ അൽഹംദുലില്ലാഹ് നമ്മളെ ദോഷങ്ങൾ അല്ലാഹു മാപ്പാക്കി തന്നത്. അവിടെ കൂടാ അല്ലാഹു തൗഫീഖ് ചെയ്തെന്നല്ലോ. ഈ കാര്യത്തിൽ അവര് റബ്ബിനെ സ്തുതിച്ച് സന്തോഷിക്കാൻ. ഇതാണ് നരകക്കാര് കത്തുകേൾക്കുന്നത്. അവരങ്ങ് പൊട്ടി കരയുമല്ലോ. എന്നിട്ട് പറയുമല്ലാഹ്, ദുനിയാവിൽ എത്രയെത്ര നല്ല നല്ല മജ്ലിസുകൾ ഉണ്ടായിരുന്നു റബ്ബേ. ഞങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ അതിൽ പങ്കാളികളാകാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു. പക്ഷേ ഞങ്ങളതിൽ പങ്കാളികളായില്ലല്ലോ അല്ലാഹ്. ഇനി ഞങ്ങളെ ദുനിയാവിലേക്ക് നീയൊന്ന് മടക്കി അയച്ചാൽ ഒരു ചാൻസും കൂടെ ദുനിയാവിൽ ഞങ്ങൾക്ക് തന്നാലല്ലാഹ്. ദുനിയാവിൽ നിന്ന് അത്തരത്തിലുള്ള ഖൈറിന്റെ മജ്ലിസുകൾ അന്വേഷിച്ച് പുറപ്പെടലായിരിക്കും റബ്ബേ ഞങ്ങളുടെ പണി. റബ്ബേ, ഞങ്ങളെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കി തരണേ റബ്ബേ എന്ന് അവര് പൊട്ടിക്കരഞ്ഞ റബ്ബിനോട് ആവശ്യപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലെങ്കിൽ തന്നെ നരകക്കാരുടെ പണി കരച്ചിലാണ്. അല്ലെങ്കിൽ തന്നെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, യുൽഖൽ ബുകാഉ അലാ അഹ്ലിന്നാർ, നരകക്കാർക്ക് അല്ലാഹു കരച്ചിലിട്ട് കൊടുക്കും. കാലങ്ങളോളം അവരങ്ങനെ കരയുമല്ലോ. ഭൂമിനെ ശ്രദ്ധിക്കണേ. ഹബീബായ നബിതങ്ങൾ പറയുന്നുണ്ട്, കരഞ്ഞവരുടെ കണ്ണുനീര് വറ്റിപ്പോകും. സുമ്മ യബ്കൂന ദമാ വൽ ഖൈഹാ,
കരയുമ്പോൾ കണ്ണിൽ നിന്നൊലിക്കുന്നത് രക്തവും ജലവുമായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവിലുള്ള കപ്പൽ സഞ്ചരിപ്പിക്കാൻ മാത്രം അവരുടെ മുഖത്ത് കണ്ടടം വിശാലമാകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നരകക്കാര് കരഞ്ഞ് 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 അവരുടെ കണ്ടടം ആകെ വിശാലമാകും. ദുനിയാവിലുള്ള കപ്പലും ബോട്ടൊക്കെ സഞ്ചരിപ്പിക്കാൻ കഴിയുന്നു. മുഅ്മിനെ അതിനനുസരിച്ച് നരകക്കാരന്റെ ശരീരത്തെ വലുപ്പമാക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതൊന്നും അള്ളാഹ്ക്കൊരു വിഷയമല്ലല്ലോ. ഒരു നരകക്കാരന്റെ പല്ല് ഉഹുദ് പർവ്വതത്തിന് സമാനമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒരു നരകക്കാരന്റെ ഒരു ചുമലിൽ നിന്ന് മറ്റൊരു ചുമലിലേക്കെത്താൻ 3 ദിവസം യാത്ര ചെയ്യേണ്ടി വരും ഈ ദുനിയാവിലെ യാത്ര അനുസരിച്ചെന്ന് മുഹമ്മദ് മുസ്തഫ. നരകക്കാരന്റെ നാവിന്റെ വലിപ്പം 1 2 3 കിലോമീറ്ററുകളൊക്കെ ഉണ്ടാകും. ആളുകൾ അത് ചവിട്ടിക്കടന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാക്കട്ടെ. നരകക്കാർക്കാകുള്ള പണി കരച്ചിലാണ്. മലക്കുകൾ ചോദിക്കുന്നു ചെയ്യും, അല്ല നാശങ്ങളെ. ദബാനിയായ മലക്കുകൾ ചോദിക്കും, എന്തിനാ നിങ്ങൾ വലിയ കാര്യത്തിൽ ഇവിടുന്ന് കരയുന്നത്? നിങ്ങൾക്ക് ആ ദുനിയാവിൽ നിന്ന് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വരാനുണ്ടെന്ന് ആലോചിച്ച് ഒന്ന് കരഞ്ഞൂടായിരുന്നോ? മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും അല്ലാഹ് എന്ന ചിന്തയിൽ നിങ്ങളൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഈ നരകം അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കുമായിരുന്നല്ലോ. ഇവിടുന്ന് നിങ്ങൾ കരഞ്ഞിട്ടെന്തു കാര്യം? ഹബീബായ നബിതങ്ങൾ പറയുന്നുണ്ട്, മുഅ്മിനേ, നരകക്കാര് സ്വർഗത്തിലുള്ള ചില ശബ്ദങ്ങൾ കേൾക്കുകയാണ്. സന്തോഷത്തിന്റെ ആരവങ്ങളാണ്, സന്തോഷത്തിന്റെ അലയൊലികളാണ്, സന്തോഷത്തിന്റെ കൂത്താട്ടത്തിന്റെ രംഗമാ. ആ നരകത്തിലുള്ളവർ സ്വർഗത്തിലേക്ക് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നരകത്തിലുള്ള മകന് ബോധ്യപ്പെടുകയാ, ആ കേൾക്കുന്നതെന്റെ ഉമ്മയുടെ ശബ്ദമാ, ആ കേൾക്കുന്നതെന്റെ ഉപ്പയുടെ ശബ്ദമാ. അല്ലെങ്കിൽ നരകത്തിലുള്ള ബാപ്പാക്ക് ബോധ്യപ്പെടുകയാണ്, ആ സ്വർഗത്തിൽ സന്തോഷത്തിന്റെ ആരവം നടത്തുന്നതെന്റെ പ്രിയപ്പെട്ട മകനാണ്, അല്ലെങ്കിൽ എന്റെ ഭർത്താവാണ്, ഭാര്യയാണ്, ജ്യേഷ്ഠനാണ്, അനുജനാണ്. ആ സമയത്ത് നരകക്കാര് സ്വർഗക്കാരെ വിളിക്കുന്നൊരു രംഗം പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. നരകക്കാര് സ്വർഗക്കാരെ വിളിച്ച് വെള്ളം ചോദിക്കും. മുഅ്മിനെ വിളിച്ച് പറയുകയാണ്, യാ മഅ്ശറൽ ആബാ വയാ മഅ്ശറൽ ഉമ്മഹാത് വയാ മഅ്ശറൽ അബ്നാ ഖറജ്നാ മിനദ് ദുനിയാ ഇതാശാ വകുന്നാ ഫിൽ മൗഖിഫി ഇതാശാ വകുന്നൽ യൗമ ഇതാശ് അനഫീലു സ്വർഗത്തിലുള്ള ബാപ്പാനെ വിളിക്കുകയാണ്, ഉമ്മയെ വിളിക്കുകയാ, ഭാര്യയെ വിളിക്കുകയാണ്, മക്കളെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഞങ്ങൾ ഈ നരകത്തിലാണ്. ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? ഖറജ്നാ മിനദ് ദുനിയാ ഇതാശാ. ദാഹിച്ചു വരണ്ട തൊണ്ടയുമായിട്ടാ ഞങ്ങളാ ദുനിയാവിൽ നിന്ന് ഖബറിലെത്തിയത്. ആ ഖബറിൽ വർഷങ്ങളോളം ദാഹിച്ചു വലഞ്ഞവരാ ഞങ്ങൾ. മഹ്ശറയിൽ നിങ്ങളൊക്കെ നല്ല പോലെ വെള്ളം കുടിച്ച് സന്തോഷിച്ചപ്പോൾ, കൗസർ വേണ്ട വിധം കുടിച്ച് സന്തോഷിച്ചപ്പോൾ, ഒരു തുള്ളി വെള്ളം കിട്ടാതെ, ഒരു തുള്ളി വെള്ളം കിട്ടാതെ സൂര്യന്റെ താഴെ ഞങ്ങൾ അനുഭവിച്ച വിഷമം എത്രയാണെന്നറിയോ? ഈ നരകത്തിലും ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാ. ഒരു തുള്ളി വെള്ളം കിട്ടാതെ തൊണ്ട വരണ്ടിരിക്കുകയാ. അതുകൊണ്ട് പ്രിയമോനെ, അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതിതാണ്, അനഫീലു അലൈനാ മിനൽ മാ. വെള്ളം തന്നൂടെ അപ്പേ, ഉമ്മേ, മോനെ, ദാഹിച്ച് കുടുങ്ങിയിട്ടാടാ, വേറൊന്നും തരണ്ട, ഇത്തിരി വെള്ളം തന്നൂടെ ചോദിക്കുകയാ. മുഅ്മിനെ,
40 കൊല്ലത്തിന് ശേഷമാ മറുപടി നൽകുന്നത്. അല്ല നാശങ്ങളെ, എന്തിനാ ഉമ്മ ബാപ്പ മോനെ എന്ന് വിളിച്ചു നിൽക്കുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ പണ്ടു തന്നെ പറഞ്ഞതല്ലേ, അന്ന് നമുക്കിടയിൽ കുടുംബ ബന്ധമില്ല. എടാ, ഇനി നീ എന്നെ ഉമ്മ എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. എടാ, നീ എന്നെ മകനെ എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. നീ എന്നെ ബാപ്പാന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. നമ്മൾ കുടുംബ ബന്ധത്തിലല്ല ഇന്നുള്ളത്. കുടുംബ ബന്ധം ഇന്നുണ്ടാകുമായിരുന്നു. ആ ദുനിയാവിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ചട്ടങ്ങളും ചിട്ടകളും ഒക്കെ പാലിച്ച് ഹബീബായ നബിയെ പിൻപറ്റി ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്റെ ഉമ്മ തന്നെയാകുമായിരുന്നു. മരണപ്പെടലോടെ നമ്മൾ തമ്മിലുള്ള ബന്ധം കഴിഞ്ഞല്ലോ. ഇനി ഞങ്ങളെ വിളിച്ച് ശല്യം ചെയ്യല്ല. ആരാ പറയുന്നത്? മുന്നിന് സ്വന്തം ഉമ്മയാണ്, സ്വന്തം ബാപ്പയാണ്, സ്വന്തം മകനാണ് വിളിച്ചു പറയുന്നത്. ഇനി ഞങ്ങളെ വിളിച്ചു ശല്യം ചെയ്യല്ല. ആ സമയത്ത് നരകത്തിൽ നിന്ന് പൊട്ടിപ്പൊട്ടി കരയുകയാണ്. ആ കരച്ചിലിന്റെ രോദനം കൂടുമ്പോഴാ മാരാകമാരിടപെട്ടുകൊണ്ട് പറയുകയാ, അല്ല നാശങ്ങളെ, അവരെ പരിഹസിച്ച് പറയുകയാണ്. അല്ല നാശങ്ങളെ, എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത്? തറക്തുമുൽ ബുകാ ഫിദ്ദുനിയാ അൽ മർഹൂമി ഫീഹാ. ദുനിയാവിൽ നിന്ന് നിങ്ങൾ കരഞ്ഞില്ലല്ലോ. ദുനിയാവിൽ നിന്ന് ഒരിക്കലെങ്കിലും അല്ലാഹ് എന്ന ചിന്തയിൽ ഒരു തവണയെങ്കിലും നിങ്ങളെന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഈ നരകം അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കുമായിരുന്നല്ലോ. അവിടുന്ന് നിങ്ങൾ കരഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഇവിടുന്ന് കരയണ്ട. കരഞ്ഞിട്ട് കാര്യമില്ലാന്ന് മാലാഖമാര് വിളിച്ചു പറയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ പേടിച്ച് കണ്ണ് മറക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ഭാഗ്യാണ് ജീവിതത്തിൽ ഒരാൾക്ക് കിട്ടേണ്ട പ്രധാനപ്പെട്ട ചില ഭാഗ്യങ്ങളുണ്ട്. മുത്തു റസൂലിനെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം പോലെ അള്ളാഹു തരട്ടെ. അള്ളാഹു എല്ലാവർക്കും ഭാഗ്യം തരട്ടെ. അതുപോലെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അള്ളാ എന്ന ചിന്തയിൽ ഒന്ന് നന്നായി കരയാനുള്ള തൗഫീക്ക് ഭയങ്കര ഭാഗ്യം. അത് ഭയങ്കര ഭാഗ്യാണ്. ഈ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവോ അള്ളാഹുവിനറിയാം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. മുഅ്മിൻ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അല്ലാഹ് എന്ന ചിന്തയിൽ ഒന്ന് കരയാൻ ഭാഗ്യം കിട്ടിയാൽ ആ മനുഷ്യന്റെ തടി അള്ളാഹു നരകത്തിന് ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഹറാമാക്കും. من بكى من خشية الله حرمه الله على النار. മുഅ്മിനെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാ, മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹ് എന്ന ചിന്തയിൽ ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ ഹറമഹുല്ലാഹു അലന്നാർ, അവന്റെ തടിയ അല്ലാഹു നരകത്തിന് ഹറാമാക്കുന്നതാ. എത്ര ആളുകൾക്ക് ഈ കൂട്ടത്തിൽ അല്ലാഹ് എന്ന ചിന്തയിൽ കരയാനുള്ള തൗഫീക്ക് കിട്ടിയവരുണ്ടാവും? അതായത് ഒരാൾക്ക് നരകം ഹറാമാക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാലേ അല്ലാഹ് എന്ന ചിന്തയിൽ കരയാനുള്ള ഒരു തൗഫീക്ക് അയാൾക്ക് കിട്ടുള്ളൂ. അള്ളാഹു ആ തൗഫീക്ക് നമുക്ക് തരട്ടെ. മുഅ്മിനേ, ആയുസ്സിനിടയിൽ ദുനിയാവിന്റെ കാര്യത്തിൽ എത്ര തവണ നമ്മൾ കണ്ണു നിറച്ചിട്ടുണ്ടാവും? ആർക്കാ ഓർമ്മ? കുട്ടിക്കാലം മുതലേ കരച്ചിലല്ലേ. ദുനിയാവിൽ നിന്ന് എത്ര തവണ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ ചിന്തിക്ക് സഹോദരാ, ചിന്തിക്ക് സഹോദരി, അല്ലാഹ് എന്ന ചിന്തയിൽ ഒരു തവണയെങ്കിലും കരയാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ നബി പറഞ്ഞതാ, പശുവിന്റെ അകത്തിൽ നിന്ന് കറന്നെടുത്ത പാൽ സ്വമേധയാ പശുവിന്റെ അകത്തിലേക്ക് തിരിച്ചു പോയാലും അല്ലാഹ് എന്ന ചിന്തയിൽ കണ്ണ് നിറച്ച മനുഷ്യൻ നരകത്തിലേക്ക് പോകൂല. ലയലിജുന്നാർ മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്.
ലാ യലിജുന്നാറ മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹ് എന്ന ചിന്തയിൽ കരഞ്ഞ മനുഷ്യർ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതല്ല. ഹത്താ യഊദൽ ലബനു ഫിൽ റഈ, പാല് അകത്തിലേക്ക് തിരിച്ചു പോയാലും. ബക്കറ്റ് കലക്ഷനൊക്കെ നടക്കുന്നുണ്ട്. ആളുകളൊക്കെ നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ കൈപിടിച്ച മജ്ലിസാണ്. അൽഹംദുലില്ലാഹ്. അതൊക്കെ എത്രയും കൂട്ടുന്നോ അത്രയും നല്ലതാണല്ലോ. നിയ്യത്ത് ചെയ്ത് കൊടുത്തേക്ക്. പിന്നെയും കൊടുക്കുക. അള്ളാഹു പിന്നെയും നമുക്ക് തരട്ടെ. അള്ളാഹു കൂടുതൽ നമുക്ക് തരട്ടെ. കുറച്ച് കൊടുത്താലും കൂടുതൽ തരുന്നവനല്ലേ അള്ളാഹു. കൂടുതൽ കൊടുക്കുക, അതിനേക്കാൾ കൂടുതൽ അള്ളാഹു തരട്ടെ. ബഹുമാനപ്പെട്ട എന്നേത്ത് ഉസ്താദിന്റെ പേരിൽ നിയ്യത്ത് ചെയ്തിട്ട് കൊടുത്തേക്ക്. പടച്ചോനെ, ക്യാൻസർ പടർന്നു പന്തലിക്കുന്ന ഒരു കാലഘട്ടം. ഇന്ന് 3 കുട്ടികളുടെ കാര്യത്തിലാണ് കൊണ്ടോട്ടി മജ്ലിസിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചത്. 1 വയസ്സും 4 മാസവും പ്രായമായ ഒരു കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് ദുആ ചെയ്യാൻ. അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. മറ്റൊരു കാര്യം, 7 മാസം പ്രായമായ ഒരു കുട്ടിക്ക് മജ്ജയ്ക്ക് ക്യാൻസറാണ്. മജ്ജ മാറ്റിവെക്കണം. ഈ കുട്ടിയുടെ മുമ്പുള്ള കുട്ടി ഇതേമാതിരി 6-ാം മാസം ഈ രോഗം പിടിപെട്ടു. 2 മാസം ചികിത്സിച്ച് മരണപ്പെട്ടു പോയതാണ്. അതിന് 10-30 ലക്ഷം ഉറുപ്യ വരും മജ്ജ മാറ്റിവെക്കാൻ. ഈ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചതുപോലെ മക്കൾക്ക് പോലും ക്യാൻസർ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം. നമ്മളിതൊക്കെ കൊടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഖലാ റബ്ബ് നമുക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സ്വതക്കയിലൊക്കെ ബറക്കത്ത് കൊണ്ട് കണ്ണീത്ത് ഉസ്താദ് ദുആക്ക് ഇജാബത്തുള്ള മഹാനാണല്ലോ. ആ മഹാന്റെ പേരിലല്ലേ നമ്മൾ ഒരുമിച്ച് കൂടിയത്. അപ്പൊ അള്ളാഹു നമുക്കൊരു പരിഗണന തരുമല്ലോ. അള്ളാഹു കൊടുക്കുന്ന സദക്കയുടെ ബറക്കത്ത് കൊണ്ട് ക്യാൻസർ എന്ന മഹാമാരിയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. കിഡ്നി സംബന്ധമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. എല്ലാ ഇടങ്ങാറുകളെ തൊട്ടും അള്ളാഹു നമ്മളെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാത്തിലും ഉപരി അവസാനം മരിക്കാൻ നേരത്തെ നാവടറിപ്പോകരുത്. സ്വർഗം അങ്ങോട്ട് കണ്ട് അങ്ങട്ടാണുള്ള ആഗ്രഹത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങ് ചൊല്ലി റാഹത്തിൽ മരിക്കാനുള്ളൊരു തൗഫീഖ് കിട്ടണം. അള്ളാഹു തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചുരുക്കത്തിൽ മുഅ്മിനീങ്ങളെ പറഞ്ഞു വന്ന കാര്യം, മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ടല്ല, യലിജുന്നാറ മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുള്ള ചിന്തയിൽ ആത്മാർത്ഥമായി കണ്ണ് നിറച്ചവൻ, കരഞ്ഞവൻ നരകത്തിൽ കടക്കൂല. എന്നിട്ട് പറയാ, ഹത്താ യഊദൽ ലബനു ഫിൽ റഈ, പാൽ സ്വമേധയാ പശുവിന്റെ അകത്തിലേക്ക് അങ്ങ് തിരിച്ചു പോയാലും. അത് നടക്കാത്തൊരു സംഭവമല്ലേ. ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ പാല് സ്വമേധയാ അകത്തിലേക്ക് തിരിച്ചു പോവുക അല്ല. റസൂൽ പറയാൻ, അങ്ങനെ പാല് സ്വമേധയാ അകത്തിലേക്ക് തിരിച്ചു പോയാലും അല്ലാഹ് എന്ന ചിന്തയിൽ കരഞ്ഞാൽ ആ മനുഷ്യൻ നരകത്തിലേക്ക് പോകൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തിന് മുഅ്മിനെ, ഒരു മജ്ലിസിൽ തന്നെ ഒരാൾ ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് റബ്ബിനെ പേടിച്ചൊന്ന് കണ്ണ് നിറച്ചാൽ ആ കണ്ണുനീരിന്റെ ഫളല് കൊണ്ട് അല്ലാഹു ആ മജ്ലിസിലുള്ള മുഴുവൻ ആളുകൾക്കും പാപമോചനം നൽകുമെന്ന് അഷ്റഫുൽ വറായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. നമ്മുടെ മജ്ലിസിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവിനെ പേടിയുള്ള ഹൃദയം അല്ലാഹു തരട്ടെ. അല്ലാഹുവിനെ പേടിച്ച് നിറയുന്ന കണ്ണല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞില്ലേ, ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ കാവൽ ചോദിക്കണം. ഞാൻ ആ കാര്യത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളും ആ കാര്യത്തിൽ നിന്ന് കാവൽ ചോദിക്കണം. ഏതാണ് ആ കാര്യം മുഅ്മിനേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ഐനിൻ ലാ തദ്മഅ വമിൻ ദുആഇൻ ലാ യുസ്മഅ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, പടച്ചോനെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കാണ്, മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകാരപ്രദമല്ലാത്ത ഇൽമിനെ തൊട്ട്. ഏത് നിലക്കുള്ള ഇൽമാണെങ്കിലും ഉപകരിക്കണ്ടേ? ഉപകാരപ്രദമായ ഇൽമ് വേണം. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത ഇൽമിനെ തൊട്ട് നിന്നോട് കാവൽ തേടുകയാ. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, നിന്നെക്കുറിച്ച് ഭയമില്ലാത്ത ഹൃദയത്തെ തൊട്ടും. കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഅ്മിനെ ശ്രദ്ധിക്കണേ, അല്ലാഹ് എന്ന പേടിയുള്ള ഖൽബാ.
അല്ലാ എന്ന പേടിയുള്ള കൽബാ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റഅ്സുൽ ഹിക്മത്തി ഖശിയത്തുല്ലാഹ്, ഹിക്മത്തിന്റെ അടിത്തറ തന്നെ, ഹിക്മത്തിന്റെ ഹെഡ് തന്നെ ഖശിയത്തുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ ഒരു പേടി കൽബിലേക്ക് കയറിയ അതിന്റെ മഹത്വത്രേ. ഒന്നും വേണ്ട, ഒരു വയല് കേൾക്കാൻ വന്നു, ഒരു നിമിഷമെങ്കിലും അല്ലാഹുവിനുള്ളൊരു പേടി കൽബിലേക്കും കയറി കിട്ടിയാൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ എത്രയോ ദോഷങ്ങൾ കൊഴിഞ്ഞു പോകും. ഖൽബുൽ മുഅ്മിനി മിൻ ഖശിയത്തില്ലാഹ് തഹാതത അൻഹു ദുനൂബുഹു കമാ യതഹാത്തുൽ വറഖു മിനശ് ശജരിൽ യാബിസ് ഫീ യൗമി റീഹിൻ ആസിഫ്. മുത്തറസൂൽ പറയുന്നുണ്ട്, ഖൽബുൽ മുഅ്മിനി മിൻ ഖശിയത്തില്ലാഹ്, ഒരു പേടി അല്ലാഹ് ോനെ, ആ ഒരു പേടി ഒരു മുഅ്മിനിന്റെ കൽബിലേക്ക് ഒരു നിമിഷമൊന്ന് കയറി കിട്ടിയാൽ തന്നെ തഹാത്തത അൻഹു ദുനൂബുഹു കമാ യതഹാത്തുൽ വറഖു മിനശ് ശജരിൽ യാബിസ്, ഉണങ്ങിയ മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അവന്റെ ദോഷങ്ങൾ കൊഴിഞ്ഞു പോകും. ഫീ യൗമി റീഹിൻ ആസിഫ്, നല്ല കൊടുങ്കാറ്റുള്ളൊരു ദിവസം, ചെറിയ ഒരു കാറ്റടിച്ചാൽ തന്നെ ഇലകളൊക്കെ വീഴും. ആ നിലക്ക് ഇലകളൊക്കെ അങ്ങനെ ഉണങ്ങി നിൽക്കാൻ, അപ്പോഴാണ് ഭയങ്കര കാറ്റടിച്ചത്. ആ കാറ്റിൽ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ ദോഷങ്ങൾ കൊഴിഞ്ഞു പോകും. ഈ പേടി കൽബിലേക്ക് കയറി കിട്ടിയാൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൽമിന്റെ കമ്മിയല്ലല്ലോ ഇന്നിവിടെ ഇൽമിന്റെ കമ്മി. എവിടെയും വയലും പ്രസംഗവും പ്രഭാഷണവും ആകെ നാട്ടിൽ മൊത്തം നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് റബ്ബ് കൽബിലേക്ക് കയറുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കൽബിലേക്ക് കയറണ്ടേ, ഖശിയത്തുല്ലാഹി ഉണ്ടായി കിട്ടണ്ടേ, എന്നിട്ട് മാറ്റണ്ടാവണ്ടേ. അപ്പോഴല്ലേ ഇത് ഉപകാരപ്രദമാകുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് മിൻ ഖൽബില്ലാ യഖ്ശ, അല്ലാഹുവേ നിന്നെ കുറിച്ചുള്ള പേടിയില്ലാത്ത ഹൃദയത്തെ തൊട്ടും കാവൽ തേടുന്നു. മിൻ നഫ്സില്ലാ തശ്ബ, എത്ര കഴിച്ചാലും നിറയാത്ത വയറിനെ തൊട്ട്, ഭക്ഷണം എത്ര കഴിച്ചാലും വയറ് നിറയാത്തൊരവസ്ഥ ഇല്ലാത്ത പരീക്ഷണാണ്. അതൊക്കെ അനുഭവപ്പെടുന്ന ചില ആളുകളുണ്ട്. നല്ലോണം വളർച്ചെന്നാലും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത്ര തന്നെ തിന്നും, വയറങ്ങട്ടും അറിയൂല. വലിയൊരു പരീക്ഷണാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് സഹാബി വരെ തന്നെ ചെയ്തു, നബിയെ ഇന്നാ നഅ്കുലു വലാ നശ്ബഉ യാ റസൂലല്ലാഹ്, ഒരു സങ്കടം പറയാമെന്ന ഞാനും എന്റെ കുടുംബവും എത്ര ഭക്ഷണം കഴിച്ചാലും വയറ് നിറയുന്നില്ല നബിയെ. വല്ലാത്തൊരു പരീക്ഷണം തന്നെയാണല്ലോ. നല്ലോണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കും, കിട്ടുന്നതുകൊണ്ടൊക്കെ നല്ലോണം ഭക്ഷണം വാങ്ങി വീട്ടിൽ ചെല്ലും, ഭാര്യ അതൊക്കെ നന്നായി വെച്ചുണ്ടാക്കും, ഞങ്ങൾ തിന്ന അപ്പത്തേക്ക് പിന്നെയും വിശപ്പാണ്. ഹബീബായ നബി പറഞ്ഞു, ലഅല്ലകും തഅകുലൂന മുതഫർരിഖീൻ ഇജ്തമിഉ അലാ തആമികും വദ്കുറു സ്മല്ലാഹി അലൈഹി യുബാരികു ലകും ഫീഹി. നിങ്ങളുടെ ഭക്ഷണത്തിൽ ബറക്കത്തില്ലാത്തതാണ് അതിന്റെ കാരണം. ആ ബറക്കത്തില്ലാതിരിക്കാനുള്ള കാരണം ലഅല്ലകും തഅകുലൂന മുതഫർരിഖീൻ, നിങ്ങൾ വേറിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരാവാം. മുഅ്മിനെ ശ്രദ്ധിക്കണം. മുത്തുനബി പറഞ്ഞുകൊടുത്തു, ഇജ്തമിഉ അലാ തആമികും, നിങ്ങൾ നിങ്ങളെ ഭക്ഷണത്തിന്റെ മേൽ ഒരുമിച്ച് കൂടിയിരിക്കണം. വീട്ടിലുള്ളവരൊക്കെ പരസ്പരം കാണാൻ പറ്റിയവരാണെങ്കിൽ ഒരു നേരമെങ്കിലും ബാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ഒന്നിച്ചിരിക്കണം ഭക്ഷണത്തിന്. ഇജ്തമിഉ അലാ തആമികും, ആ ഭക്ഷണത്തിന് നിങ്ങളൊന്ന് ഒന്നിച്ചിരിക്കണേ. എന്നിട്ട് വദ്കുറു സ്മല്ലാഹി അലൈഹി, അത് കഴിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലണേ. എങ്കിൽ യുബാരികു ലകും ഫീഹി, അതിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകുമെന്ന് അഷ്റഫുൽ വറായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റബ്ബിനോട് കാവൽ തേടേണ്ടതാണ്. വമിൻ നഫ്സില്ലാ തശ്ബഅ, നിറയാത്ത വയറിനെ തൊട്ട്. പിന്നെ പറയുന്നത് വമിൻ ഐനില്ലാ തദ്മഅ, വമിൻ ഐനില്ലാ തദ്മഅ, ഒരു സീരിയൽ കാണുമ്പോഴത്തേക്ക് കരയുന്ന ഉമ്മമാരെ, സീരിയൽ കാണുമ്പോഴത്തേക്ക് തേങ്ങിക്കരയുന്ന ഉമ്മമാരില്ലേ? വല്യമ്മക്ക് എന്തൊരു സങ്കടാന്നറിയോ? സീരിയൽ കണ്ടിട്ടാ വല്യമ്മ കരയുന്നത്. ആ പെണ്ണാകെ ഒറ്റപ്പെട്ടുപോയി, എല്ലാരും അവൾ ഒറ്റപ്പെടുത്തി. അവസാനം അവളൊരു ദിവസം രാത്രി നട്ടപ്പാതിരക്ക് വീട്ടിൽ നിന്നിറങ്ങാൻ ആകെ നിശബ്ദതയില. വീട്ടിൽ നിന്നിറങ്ങി അവളങ്ങനെ കാട്ടിലൂടെ നടന്നു പോവുകയാണ്. തൂങ്ങാൻ ഒരു കഷ്ണം കയറുമായിട്ടാണ് അവളെ പോക്ക്. തൂങ്ങാനുള്ള ഒരുക്കം നടത്തി. അപ്പോഴത്തേക്ക് സംഗതി കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത ആഴ്ച ആവണം അവള് തൂങ്ങിയോ ഇല്ലേ. വല്യമ്മക്ക് സമാധാനമല്ലത് കണ്ടിട്ട് കരയാൻ. ഇങ്ങനെ കരയുന്ന വല്യമ്മ ഒരിക്കൽ പോലും അല്ലാന്നുള്ള ചിന്തയിലൊന്ന് കരഞ്ഞില്ലെങ്കിൽ, അല്ലാന്നുള്ള ചിന്തയിലുള്ള കരച്ചിൽ കൊണ്ട് കൽബ് ശുദ്ധിയാകട്ടോ. അതാണ് നരകത്തെ കെടുത്താനുള്ള ഏറ്റവും നല്ല
ഏറ്റവും നല്ല വെള്ളം അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് അള്ളാഹുവേ, നിന്നെക്കുറിച്ചുള്ള ചിന്തയിൽ നിറയാത്ത കണ്ണിനെ തൊട്ടും കാവൽ തേടുകയാ. ഇജാബത്തില്ലാത്ത ദുആഇനെ തൊട്ടും കാവൽ തേടുകയാ. ചുരുക്കത്തിൽ മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മളെ പടച്ചത് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആ ലക്ഷ്യത്തെക്കുറിച്ചറിഞ്ഞ മാർഗത്തിൽ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാകണം. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് കാണിച്ചു തന്ന ആ സൂക്ഷ്മതയുടെ മാർഗം പിന്തുടരാൻ നമുക്ക് സാധിക്കണം. എല്ലാ വിഷയത്തിലും അള്ളാഹുവിന്റെ തീരുമാനമെന്താണ്, ദീനിന്റെ വിധി എന്താണ്, ശറഇന്റെ നിയമം എന്താണ്, എല്ലാത്തിനേക്കാളും അവിടുന്ന് പ്രാധാന്യം കൽപ്പിച്ചത് ശറഇനാണ്, ദീനിന്റെ നിയമങ്ങൾക്കാണ്, ഹബീബായ നബിയുടെ ചര്യകൾക്കാണ്. ഈ ഉറൂസിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. അതിനല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അതിനല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അനേകം മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടിയ മജ്ലിസാണ്, ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ്. അല്ലാഹു ഇജാബത്തോടുകൂടെ പിരിയാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.